MTS P4 യൂണിയന്റെ അഖിലേന്ത്യാ ഓൾ ഇന്ത്യ കോൺഫറൻസ് കോട്ടയത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തിരക്കായതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കാത്തത്. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും അതത് സർക്കിളിലോട്ട് പോയതേ ഉള്ളൂ. അപ്പം വളരെ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു ഇതായിരുന്നു ഓൾ ഇന്ത്യ കോൺഫറൻസ്. അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കാതെ പോയത്. അതിലും ഭംഗിയായിട്ട് അത് അവസാനിച്ചു. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MTS പോസ്റ്റ്മാൻ PA എക്സാമിനുള്ള ടോപ്പിക് ആയിട്ടുള്ള PO ഗൈഡ് പാർട്ട് 1, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റിംഗ് ടു ഇൻലൻഡ് പോസ്റ്റ്, അതിനെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ടോട്ടൽ എത്ര ചാപ്റ്റർ ആണുള്ളത് PO ഗൈഡ് പാർട്ട് 1-ല്? 7. എത്രയാണ്? 7. ഏതൊക്കെ ചാപ്റ്ററുകളാണ്? സെക്ഷൻ 1 General. സെക്ഷൻ 2 Letter and parcel post. ലെറ്റർ ആൻഡ് പാർസൽ പോസ്റ്റ്. സെക്ഷൻ 3 Official post articles. ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾ. സെക്ഷൻ 4 Prohibited articles. prohibited articles. സെക്ഷൻ 6 Section 5. സെക്ഷൻ 5 Money order and IPM. മണി ഓർഡർ ആൻഡ് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ. സെക്ഷൻ 6 Philately. ഫിലാറ്റലി. സെക്ഷൻ 7 PLI. PLA ആൻഡ് RPLA, നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഇൻഷുറൻസ്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് വരുന്ന ഭാഗമാണ് സെക്ഷൻ 7. അങ്ങനെ ഇത്തരത്തില് 7 ചാപ്റ്റർ അടങ്ങുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ഗൈഡാണ് PO ഗൈഡ് എന്ന് പറയുന്നത്. അതില് ആദ്യത്തെ ചാപ്റ്റർ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ബ്രീഫ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ക്ലോസ് പോലും ഇടാതെ അതിനകത്തെ നോട്ടും എക്സ്പ്ലനേഷൻ സഹിതമാണ് നമ്മൾ പഠിച്ചത്. എത്ര ക്ലോസ് അടങ്ങുന്നതാണ് സെക്ഷൻ 1 എന്ന് പറയുന്നത്? ടോട്ടല് എത്ര ക്ലോസുകളുണ്ട് ചാപ്റ്റർ 1 അല്ലെ സെക്ഷൻ 1-ല്? ടോട്ടല് എത്ര ക്ലോസ് ആണ് നമ്മൾ പഠിച്ചത്? 1-ാമത്തെ ക്ലോസ് മുതൽ 95-ാമത്തെ ക്ലോസ്, 1 മുതൽ 95 വരെ ക്ലോസ് അടങ്ങുന്നതായിരുന്നു സെക്ഷൻ 1 എന്ന് പറയുന്നത്, അല്ലെ ചാപ്റ്റർ 1. പിന്നെ അടുത്ത ചാപ്റ്റർ 2 ലെറ്റർ ആൻഡ് പാർസൽ പോസ്റ്റ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ അത് പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ സെക്ഷൻ 3-ലോട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്ഷൻ 3 ഏതായിരുന്നു? Official postal article. ഒഫീഷ്യൽ പോസ്റ്റൽ ആർട്ടിക്കിൾ. കറക്റ്റ്. ഇനിയിപ്പോ നമുക്ക് അതിനുശേഷം നമുക്ക് തൊട്ട് അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൻ 4 പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ എന്ന ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന് ശേഷമുള്ള സെക്ഷൻ 5 മണി ഓർഡറും പോസ്റ്റൽ ഓർഡറും ഈ PO ഗൈഡില് ഏത് പുസ്തകം മേടിച്ചാലും വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പഴയ കാര്യങ്ങളാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ചാപ്റ്റർ 6 ഫിലാറ്റലിയും, അതുപോലെ തന്നെ ചാപ്റ്റർ 7 PLA, അതുപോലെ തന്നെ. അപ്പൊ അത് നമുക്ക് ഓരോ സമയമാകുമ്പോഴത്തേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോവാം. അല്ല ഓരോ ക്ലോസ് നിങ്ങൾ ഇതിനകത്തുള്ള പോലത്തെ നോക്കേണ്ട, കാരണം ഈ ക്ലോസിലെല്ലാം വളരെ പഴയ കാര്യങ്ങളാണ് കിടക്കുന്നത്. അതിന്റെ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററുകൾ മുഴുവൻ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ചാപ്റ്റർ 2 മാത്രമേ ലെങ്തി ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ നമുക്കിപ്പം സെക്ഷൻ 4 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 4 പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ. പോസ്റ്റ് ഓഫീസിൽ അയക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ജനറൽ ആയിട്ട് ഒരു ബ്രീഫ് പറയുന്ന ചാപ്റ്റർ ആണ് ഈ സെക്ഷൻ 4 എന്ന് പറയുന്നത്. ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 209 മുതലാണ്. 209 ജനറൽ പ്രൊഹിബിഷൻസ്. പൊതുവായിട്ടുള്ള പ്രൊഹിബിഷനുകൾ ഏതൊക്കെയാണ്? ദ ട്രാൻസ്മിഷൻ ബൈ ദി ഇൻലാൻഡ് പോസ്റ്റ് ഓഫ് ദി അണ്ടർ മെൻഷൻഡ് ആർട്ടിക്കിൾ ഈസ് പ്രൊഹിബിറ്റഡ്. താഴെ പറയുന്ന ഇത് എല്ലാം പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. എനിത്തിങ് വിച്ച് ഈസ് സെൻഡ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് എനി എനാക്ട്മെന്റ് ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്. കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും അയക്കുവാണെങ്കിൽ അത് പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ എന്ന ഡെഫിനിഷനകത്ത് വരുന്നതായിരിക്കും. അപ്പം നിയമത്തിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അയക്കാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, എനി ഇൻഡീസെന്റ് ഓർ ഒബ്സീൻ പ്രിന്റിംഗ്, പെയിന്റിംഗ്, ഫോട്ടോഗ്രാഫ്, ലിത്തോഗ്രാഫ്, എൻഗ്രേവിംഗ്, book or card or any other indecent or obscene article. അപ്പം ഇത്തരത്തില് ഇൻഡീസെന്റ് ആയിട്ടുള്ള, ഒബ്സീൻ ആയിട്ടുള്ള പ്രിന്റിംഗ് ഉള്ളതോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെയിന്റിംഗ് ഉള്ളതോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫോട്ടോഗ്രാഫ് ഉള്ളതോ, അല്ലെങ്കിൽ ലിത്തോഗ്രാഫ് ശിലാലേഖനം ഉള്ളതോ, എൻഗ്രേവിംഗ് കൊത്തുപണികളുള്ളതോ, അത്തരത്തിലുള്ള ബുക്കുകളോ കാർഡുകളോ അത്തരത്തിലുള്ള ഇൻഡീസെന്റ് ആയിട്ടുള്ള ഒന്നും തന്നെ പോസ്റ്റ് വഴി അയക്കാൻ സാധിക്കത്തില്ല.
any letter, postcard, newspaper, packet or parcel having on it or on the cover thereof any words, marks or design of an indecent, obscene, seditious, scurrilous, threatening or grossly offensive nature. അപ്പൊ ഇത്തരത്തിലുള്ള ലെറ്ററില് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാർഡിലോ ന്യൂസ് പേപ്പറിലോ പാക്കറ്റിലോ പാഴ്സലിലോ ഇത്തരത്തിലുള്ള ഇൻഡീസെന്റ് ആയിട്ടുള്ളോ ഒബ്സീൻ ആയിട്ടുള്ളോ വേർഡുകളോ മാർക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രൊവോക്കേഷൻ നടത്തുന്ന ഒഫൻസീവ് നേച്ചറിലുള്ള വേർഡ്സുകളോ അടങ്ങുന്ന ഒന്നും തന്നെ പോസ്റ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് സബ് ക്ലോസ് 3 പറയുന്നത്. 209 സബ് ക്ലോസ് 3. ഇനി സബ് ക്ലോസ് 4 209 4. ഇനി എക്സ്പ്ലോസീവ്, സ്ഫോടനാത്മകമായതാണ് എക്സ്പ്ലോസീവ്. പിന്നെ ഇൻഫ്ലേമബിൾ, അതായത് കത്തിപ്പടരുന്നത്. പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഫിൽത്തി, വൃത്തിഹീനമായിട്ടുള്ളത്. നോക്ഷ്യസ്, അതായത് ഹാംഫുൾ അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ളതിനാണ് നോക്ഷ്യസ് എന്ന് പറയുന്നത്. ഓർ ഡിലിറ്റീരിയസ് സബ്സ്റ്റൻസസ്. ഡിലിറ്റീരിയസ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡാമേജ് വരുത്തുന്നത് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഡിലിറ്റീരിയസ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന മീനിങ്ങിനകത്ത് വരുന്നത്. ഇത്തരത്തിലുള്ള ഒന്നും പറ്റത്തില്ല. അപ്പം ആ വേർഡ് നോട്ട് ചെയ്യുക. എക്സ്പ്ലോസീവ്, ഇൻഫ്ലേമബിള്, ഡേഞ്ചറസ്, ഫിൽത്തി, നോക്ഷ്യസ് ഓർ ഡിലിറ്റീരിയസ് സബ്സ്റ്റൻസ്. ഇത്തരത്തിലൊന്നും പോസ്റ്റ് വഴി അയക്കാൻ സാധിക്കത്തില്ല. അതാണ് 4ാമത്തെ സബ് ക്ലോസിൽ പറയുന്നത്. ഇനി 4ാമത്തെ സബ് ക്ലോസിന്റെ താഴത്തെ നോട്ട് 1 എന്നുള്ളത് നോക്കുക. എ ലിക്വിഡ് ഈസ് കൺസിഡേർഡ് ഇൻഫ്ലേമബിൾ which has its flashing point below 200 F when tested in the manner laid down Schedule 3 of the Petroleum Rule 1937. അപ്പം ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലേമബിൾ ആയിട്ട് കരുതുന്ന എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഫ്ലാഷിംഗ് പോയിന്റ് 200 F-ന് താഴെ വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ചിരിക്കുന്നത് പെട്രോളിയം റൂൾ 1937 വിശദീകരിച്ച് അതിന്റെ ഷെഡ്യൂൾ 3 വിശദീകരിച്ചിട്ടുണ്ട്. അത് പ്രകാരം ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലാഷിംഗ് പോയിന്റ് 200-ൽ താഴെയാണെങ്കിൽ ആ ലിക്വിഡിനെ ഇൻഫ്ലേമബിൾ ആയിട്ട് കരുതുന്നതാണ്. അപ്പം ഈ ഫ്ലാഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഫ്ലാഷിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ദി ലോവസ്റ്റ് ടെമ്പറേച്ചർ വിച്ച് വേപ്പർ ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് വിൽ ബേൺ ഇൻ എയർ. അപ്പം അതിന്റെ ലോവസ്റ്റ് ടെമ്പറേച്ചർ എയറിൽ പെട്ടെന്ന് കത്തിപ്പടരുമ്പം അതിന്റെ ഇതിൽ ഏത് ലോവസ്റ്റ് ടെമ്പറേച്ചറിലാണ് അത് കത്തിപ്പടരുന്നത് അതിനെയാണ് ഒരു ലിക്വിഡിന്റെ ഫ്ലാഷിംഗ് പോയിന്റ് എന്ന മീനിങ്ങിൽ നമ്മൾ പറയുന്നത്. ഫ്ലാഷിംഗ് പോയിന്റ്. അപ്പം നിങ്ങൾ അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു ലിക്വിഡ് എപ്പോഴാണ് ഇൻഫ്ലേമബിൾ ആയിട്ട് കരുതുന്നത്, അതിന്റെ ഫ്ലാഷിംഗ് പോയിന്റ് എത്രയിൽ താഴെ വരുമ്പോഴാണ്. അതാണ് എക്സാമിന് ചോദ്യം വന്നിരിക്കുന്നത്. എത്രയാണ്? 200 F. 200 F. അതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അടുത്ത പോയിന്റ്, സ്പിരിറ്റ്സ് ഹാവിംഗ് എ ഫ്ലാഷിംഗ് പോയിന്റ് ഓഫ് 19° F or below or having a greater strength that approximately 60° under proof, 24% alcohol by volume and turpentine and its product and varnishes of all kind including lithographic varnish are included in the term inflammable. അപ്പം സ്പിരിറ്റിന്റെ ഫ്ലാഷിംഗ് പോയിന്റ് 90° F-ൽ താഴെയാണെങ്കിലും അതുപോലെ തന്നെ ടർപ്പന്റൈനും അതിന്റെ പ്രോഡക്റ്റുകളും വാർണിഷസുകളും ലിത്തോഗ്രാഫിക് വാർണിഷ് അടക്കമുള്ള വാർണിഷുകളും ഇതെല്ലാം ഇൻഫ്ലേമബിൾ എന്നുള്ള ഡെഫിനിഷനകത്ത് വരുന്നതായിരിക്കും. അതാണ് 1 പറഞ്ഞിരിക്കുന്നത്. ഇനി നോട്ട് 2, ദ ടേം എക്സ്പ്ലോസീവ് ഇൻക്ലൂഡ് ദ ആർട്ടിക്കിൾ ആസ് ഡിഫൈൻസ് ഇൻ ദി ഇന്ത്യൻ എക്സ്പ്ലോസീവ് ആക്ട് 1884, Indian Explosive Substance Act 1908 and the notification issued from time to time under the said act. അപ്പം അടുത്തത് നമ്മൾ പഠിച്ചു, ലിക്വിഡ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിച്ചു. പിന്നെ എക്സ്പ്ലോസീവ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിച്ചു. അപ്പം അത്തരത്തിലുള്ള ഈ എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇന്ത്യൻ എക്സ്പ്ലോസീവ് ആക്ട് 1884-ലും ഇന്ത്യൻ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് 1908-ലും പറയുന്നുണ്ട്. അതാണ് ആ റൂളിനകത്ത് വരുന്നതാണ് എക്സ്പ്ലോസീവ് എന്ന ടേമിനകത്ത് നമ്മൾ കരുതേണ്ടത്. മാച്ചസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ടേം എക്സ്പ്ലോസീവ് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ക്ലോസ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. മാച്ചസ് എക്സ്പ്ലോസീവ് എന്ന ഡെഫിനിഷനകത്ത് വരുമോ ഇല്ല. ഈ ഭാഗങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻസ്.
അല്ലാതെ അതിനകത്ത് ഇന്ത്യൻ പെട്രോളിയം ആക്ട് അല്ലെങ്കിൽ ഇന്ത്യ എക്സ്പ്ലോസീവ് ആക്ട് 84 എന്ത് പറയുന്നു എന്നുള്ളതല്ല. ഈ ചെറിയ പോയിന്റുകളാണ് എക്സാമിനേഷന് ചോദ്യങ്ങളായിട്ട് വരുന്നത്. മാച്ചസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ടേം എക്സ്പ്ലോസീവ് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ക്ലോസ്. ഒരു IPA എക്സാമിനേഷനും ഒരു LGO എക്സാമിനേഷനും വന്ന ചോദ്യമാണ് ഇത്. മാച്ചസ് എക്സ്പ്ലോസീവിനകത്ത് വരുമോ എന്നുള്ളതായിരുന്നു ആ ക്ലോസിനകത്ത് വന്നിരുന്നത്. അപ്പൊ അത് നിങ്ങൾ നോട്ട് 2 ഉള്ള ആ ഭാഗം നോട്ട് ചെയ്ത് വെക്കുക പ്രത്യേകം. ഇനി സബ് ക്ലോസ് 5 209 സബ് ക്ലോസ് 5 എനി ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് നോട്ട് പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ്. അപ്പം ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതും പോസ്റ്റ് വഴി അയക്കാനായിട്ട് സാധിക്കത്തില്ല. അത് പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ എന്നുള്ള ഡെഫിനിഷന് കീഴിലായിരിക്കും വരുന്നത്. അപ്പം ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് നോട്ട് പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ് അത് ഈ ഡെഫിനിഷന് കീഴിലായിരിക്കും വരുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്യുക. സബ് ക്ലോസ് 5 അതിന്റെ താഴത്തെ എക്സ്പ്ലനേഷൻ കൂടെ നോട്ട് ചെയ്യുക. സബ് ക്ലോസ് 5ന്റെ താഴത്തെ പിൻസ് മേ നോട്ട് ബി യൂസ്ഡ് ടു ഫാസ്റ്റൻ ടുഗദർ ദ ടു ഹാഫ്സ് ഓഫ് റിപ്ലൈ പോസ്റ്റ് കാർഡ് ഓർ ടു ഫാസ്റ്റൻ ദ കവർ ടു പാക്കറ്റ് ഓഫ് അതർ പോസ്റ്റൽ ആർട്ടിക്കിൾ ആസ് ദേ ആർ ലയബിൾ ടു ഇൻജുർ അതർ സ്മോൾ മാറ്റർ. രണ്ട് റിപ്ലൈ പോസ്റ്റ് കാർഡ് നമ്മൾ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടോ രണ്ട് പാക്കറ്റുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടോ പിന്നുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് ഇഞ്ചുറി വരുത്തും. അതുകൊണ്ട് തന്നെ പിന്ന് എന്ന് പറയുന്നത് ഒരു വിധത്തിലും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ 5 പറയുന്നത് ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് പ്രോപ്പർലി ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ അതും അയക്കാൻ പാടില്ല. പക്ഷെ നല്ലോണം പ്രൊട്ടക്ട് ചെയ്യാമെങ്കിൽ അത്തരത്തിലുള്ള അയക്കാം. പക്ഷെ എക്സ്പ്ലനേഷനിൽ പറയുന്നത് പിൻ എന്ന് പറയുന്നത് ഒരു ഇതിലും നമുക്ക് അയക്കാനായിട്ട് സാധിക്കത്തില്ല. ഇനി 6 സബ് ക്ലോസ് 6 എനി ലിവിംഗ് ക്രിയേച്ചേഴ്സ് ഓർ അതർ തിങ് വിച്ച് ഈസ് എയ്തർ നോക്ഷ്യസ് or likely to injure postal article in course of transmission by post or any officer or the post office. അപ്പം ഇത്തരത്തിലുള്ള ലിവിങ് ക്രിയേച്ചേഴ്സുകൾ, അതായത് കടലാമകള്, അത്തരത്തിലുള്ള തേനീച്ചകള്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇനി ചാപ്റ്റർ 2 പഠിക്കുമ്പോൾ പഠിക്കും. അതൊക്കെ അത് പാക്ക് ചെയ്ത് അയക്കാവുന്ന രീതി എങ്ങനെയാണെന്ന് ആ ഇതിൽ പറയുന്നുണ്ട്. അതാണ് ഒരു ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ബട്ട് സി ക്ലോസസ് 133, 144 to 150, 147 to 151 എന്ന് പറഞ്ഞു. അവിടെ ഇത് അയക്കാം, പക്ഷെ എങ്ങനെ അയക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലല്ലാത്ത ഇതൊന്നും തന്നെ അയക്കാൻ സാധിക്കത്തില്ല. കാരണം പോസ്റ്റലിനോ അല്ലെ കൈകാര്യം ചെയ്യുന്ന ഓഫീസർക്കോ അത് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആർട്ടിക്കിൾ അയക്കാൻ പാടില്ല. പക്ഷെ അത്തരത്തിലുള്ളതിന് എക്സംഷൻ ഉണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കുക. അതാണ് ക്ലോസസ് 133, 147 to 151. അവിടെ ഇതെങ്ങനെ ഇത്തരത്തിലുള്ള ലിവിംഗ് ക്രിയേച്ചേഴ്സിനെ എങ്ങനെ അയക്കാം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള രീതിയിലുള്ളത് മാത്രം അയക്കാം, അല്ലാത്ത ഒന്നും തന്നെ അയക്കാനായിട്ട് സാധിക്കത്തില്ല. അടുത്തത് സബ് ക്ലോസ് 7 1 ടിക്കറ്റ് പ്രൊപ്പോസൽ ഓർ അഡ്വർടൈസ്മെന്റ് റിലേറ്റിംഗ് ടു എ ലോട്ടറി. അപ്പം ഒരു ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട ടിക്കറ്റോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലോ അല്ലെങ്കിൽ ആ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട പരസ്യമോ ഒന്നും തന്നെ പോസ്റ്റ് വഴി അയക്കാനായിട്ട് സാധിക്കത്തില്ല. അതാണ് 7ാമത്തെ പോയിന്റ്. അതിന്റെ 7ന്റെ രണ്ടാമത്തെ പോയിന്റ് എനി അതർ മാറ്റർ ഡിസ്ക്രിപ്റ്റീവ് ഓർ അതർവൈസ് റിലേറ്റഡ് ലോട്ടറി വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ടു ആക്ട് ആസ് ആൻ ഇൻഡ്യൂസ്മെന്റ് ടു പേഴ്സൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് ലോട്ടറി. അപ്പൊ അത്തരത്തിലുള്ളതോ ആ ലോട്ടറി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ പോസ്റ്റ് വഴി അയക്കാൻ സാധിക്കത്തില്ല. അതിന്റെ താഴത്തെ നോട്ട് ശ്രദ്ധിക്കുക. ദിസ് പ്രൊഹിബിഷൻ വിൽ നോട്ട് അപ്ലൈ ടു ദി ലോട്ടറി ഓർഗനൈസ്ഡ് ഓർ ഓതറൈസ്ഡ് ബൈ ഗവൺമെന്റ് പ്രൊവൈഡഡ് ദെയർ അപ്പിയർ ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് ദി പോസ്റ്റൽ ആർട്ടിക്കിൾ. 1. എ ഡിക്ലറേഷൻ ബൈ ദി സെൻഡർ ഓഫ് ദി പോസ്റ്റൽ ആർട്ടിക്കിൾ ദാറ്റ് ദി ലോട്ടറി ടിക്കറ്റ് ഓർ സർക്കുലേഴ്സ് എക്സെട്ര കണ്ടെയ്ൻഡ് therein relating to a lottery authorized or organized by the government, mentioning the particulars, number, date, etc. of the notification by government, notifying the letter or authorizing the lottery, and the name and address of the sender. അപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളിൽ ലോട്ടറിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊപ്പോസലോ അഡ്വർടൈസ്മെന്റോ ഒന്നും തന്നെ അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ബാധകമല്ല. ഏതിനാണ്? ലോട്ടറി ഓർഗനൈസ്ഡ് ഓർ ഓതറൈസ്ഡ് ബൈ ദി ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് ഓതറൈസ് ചെയ്തിരിക്കുന്നോ ഓർഗനൈസ് ചെയ്തിരിക്കുന്നോ ആയ ലോട്ടറിക്ക് ഈ പ്രൊഹിബിഷൻ ബാധകമല്ല. അപ്പൊ അത് പോസ്റ്റൽ വഴി അയക്കാം. പക്ഷേ അതില് കണ്ടീഷൻസ് ഉണ്ട്. 1, ആ ലോട്ടറിയിൽ സെന്റർ അയക്കുന്ന സെന്ററിന്റെ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം. ഈ ലോട്ടറി ടിക്കറ്റ് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആണെന്നും
ഗവൺമെന്റ് ഓതറൈസ് ചെയ്ത ആ നമ്പർ അല്ലെങ്കിൽ ആ ഡേറ്റ് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത ആ ലോട്ടറി ഓതറൈസ് ആണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത ആ സർക്കുലറിന്റെ നമ്പർ അല്ലെങ്കിൽ ഡേറ്റ് അതിൽ നോട്ട് ചെയ്തിരിക്കണം. അടുത്തത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി സെന്റർ. അയക്കുന്ന ആളിന്റെ പേരും അഡ്രസ്സും അതും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഓതറൈസ് ചെയ്ത അല്ലെ ഓർഗനൈസ് ചെയ്ത ലോട്ടറി പോസ്റ്റ് വഴി അയക്കാൻ സാധിക്കും. ബാക്കി ഒരു തരത്തിലുള്ള ലോട്ടറിയും പോസ്റ്റ് വഴി അയക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ആ നോട്ട് ചെയ്ത് വെക്കുക. ഗവൺമെന്റ് ഓതറൈസ്ഡ് ലോട്ടറി പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നാൽ ഗവൺമെന്റ് ഓതറൈസ്ഡ് ലോട്ടറി പറ്റും. രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതാണ് ക്ലോസ് 7 പറഞ്ഞിരിക്കുന്നത്. ഇനി ക്ലോസ് 8 ഓക്കെ അല്ലേ? ഓക്കെ. ക്ലോസ് 8 ന്യൂസ് പേപ്പേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് which the rules laid down in the Press and Registration of Book Act 1867 are subsequently amended have not been complied with. അപ്പൊ ന്യൂസ് പേപ്പറുകളും മറ്റും പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്ക് ആക്ട് 1867 പറഞ്ഞിരിക്കുന്ന പ്രകാരം അല്ലെങ്കിൽ പിന്നീട് കാലാകാലങ്ങളിൽ അതിനകത്ത് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ പ്രകാരം അത് അനുസരിക്കാത്ത രീതിയിൽ അയക്കുകയാണെങ്കിൽ അതും പോസ്റ്റ് വഴി അയക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ ന്യൂസ് പേപ്പർ അയക്കാം, പക്ഷേ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്ക് ആക്ട് 1867 പറഞ്ഞിരിക്കുന്ന പ്രകാരമായിരിക്കണം അത് അയക്കേണ്ടിയിരിക്കുന്നത്. അതുകൂടാതെ അതിന്റെ അമെന്റ്മെന്റുകൾ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങളും അനുസരിച്ചുകൊണ്ടുള്ള രീതിയിൽ അയക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തതെല്ലാം തന്നെ അത് പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ എന്നുള്ള കാറ്റഗറിയിലായിരിക്കും വരുന്നത്. ഇനി 9 സബ് ക്ലോസ് 9 ഗോൾഡ് കോയിൻ ഓർ ബുല്യൻ ഓർ ബോത്ത് ഓഫ് എ വാല്യൂ എക്സീഡിങ് റുപ്പീസ് എത്രയാണ്? 10,000. പ്രസന്റ് എത്രയാണ്? 1 lakh. നിങ്ങൾ ഇവിടെ ടെക്സ്റ്റിൽ കറക്റ്റ് ചെയ്ത് വെക്കുക. ഗോൾഡ് കോയിനും ബുല്യനും ഇതെല്ലാം നമുക്കിപ്പം 1,00,000 രൂപ വരെ അയക്കാൻ സാധിക്കും. മാക്സിമം 1,00,000 രൂപ വരെ അയക്കാൻ സാധിക്കും. എങ്ങനെ അയക്കാം? ഏത് പോസ്റ്റ് വഴി അയക്കാം? ഏത് രീതിയിൽ അയക്കാം? ഇൻഷുർഡ് ആയിട്ട് അയക്കാം. അപ്പം ഇൻഷുറൻസിന്റെ മാക്സിമം ലിമിറ്റ് ഇൻഷുർഡ് പോസ്റ്റ് വഴി അയക്കാവുന്ന മാക്സിമം ലിമിറ്റ് എത്രയാണ്? 1 lakh. അപ്പൊ നിങ്ങൾ ആ ടെക്സ്റ്റിൽ PO ഗൈഡിൽ പുതിയ എഡിഷനിലും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അത് കറക്റ്റ് ചെയ്യുക. 10,000 ആയിരുന്നു പണ്ട്, അത് മാറ്റി 1 lakh ആക്കി. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് വെക്കുക. ഇനി സബ് ക്ലോസ് 10 സബ് ക്ലോസ് 10 all classes of article of the letter mail of which the whole or a part of the address side has been marked off into several divisions intended to receive successive addresses. അപ്പം അത്തരത്തില് അഡ്രസ് സൈഡിൽ തുടരെ അഡ്രസ്സിയുടെ പേരെഴുതിക്കൊണ്ട് അയക്കുന്ന ആർട്ടിക്കിളും ഈ പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ എന്നുള്ള രീതിയിൽ വരും. അതും പോസ്റ്റ് വഴി അയക്കാനായിട്ട് പാടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ചില ആർട്ടിക്കിൾ വരുന്ന കാണാറില്ലേ? ആദ്യം ഒരാളുടെ പേരെഴുതി അഡ്രസ് എഴുതി, 2 നിട്ടിട്ട് വേറൊരാളുടെ പേരെഴുതി അഡ്രസ് എഴുതി, 3 നിട്ട് വേറൊരാളുടെ പേരെഴുതി അഡ്രസ് എഴുതി, അങ്ങനെ തുടർച്ചയായിട്ട് അഡ്രസ് എഴുതി ഒരു ആർട്ടിക്കിൾ വിട്ടു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യാൻ പാടില്ല. അത് പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഒറ്റ പേരും അഡ്രസ്സും മാത്രമേ നമുക്ക് അഡ്രസ് സൈഡിൽ പെർമിറ്റഡ് ആയിട്ടുള്ളൂ. അല്ലാത്ത തരത്തിലുള്ള ആർട്ടിക്കിൾ എല്ലാം പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ ഈ ക്ലോസ് നിങ്ങൾക്ക് മനസ്സിലായോ? 10 ഏതൊക്കെയാന്നുള്ള പോയിന്റ് ഓക്കെ ആണോ? 10 പോയിന്റുകൾ ജനറൽ പ്രൊഹിബിഷൻസ്. ഓക്കെ, 10 പോയിന്റ് ആണ്. നിങ്ങൾ ഓരോന്നും നോട്ട് ചെയ്ത് വെക്കുക. ഇതുകൂടാതെ ഈ പ്രൊഹിബിറ്റഡ് ഐറ്റംസ് എയർ വഴി ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ നിങ്ങൾ സൈഡിൽ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ എയറിൽ കൂടെ പോകുന്ന ആർട്ടിക്കിൾ, അതായത് കേരളത്തിന് പുറത്തോട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോട്ട് ഈ ആർട്ടിക്കിൾ അയക്കുമ്പോൾ കൂടുതൽ റെസ്ട്രിക്ഷൻസ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതും പ്രകാരം നമ്മുടെ ഡയറക്ടറേറ്റ് 13/5/2021 വിശദമായിട്ട് എന്തൊക്കെ ആർട്ടിക്കിൾ ഇത് ബുക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ബൈ എയർ വഴി ബുക്ക് ചെയ്യുമ്പോൾ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മുടെ എയർ വഴി അയക്കുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, അതായത് DGCA എന്ന് പറയും. DGCA എന്ന് പറഞ്ഞാല് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA.
അവരുടെയൊക്കെ ഇൻസ്ട്രക്ഷൻസും കൂടെ നോക്കി മാത്രമേ പോസ്റ്റ് ഓഫീസിന് ആർട്ടിക്കിൾ അയക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം എയർ വഴി പാസ് ചെയ്യുന്നുണ്ട്. അപ്പം എയർ വഴി റെസ്ട്രിക്ഷൻ ഉള്ള ആർട്ടിക്കിൾ എന്തൊക്കെയാണ് അത് നിങ്ങൾ ഇതിന്റെ സൈഡിലായിട്ട് നോട്ട് ചെയ്യുക. PO ഗൈഡിൽ കാണത്തില്ല, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേഷൻസ് ആണത്. ഒന്നാമത്തെ എക്സ്പ്ലോസീവ്, അത് നമ്മുടെ മറ്റേതിനകത്തും ഉണ്ടായിരുന്നതാണ്. ഒന്ന് എക്സ്പ്ലോസീവ്, രണ്ട് ലിക്വിഫൈഡ് ഗ്യാസ്, മൂന്ന് ഫ്ലെയിമബിൾ ലിക്വിഡ്സ്, നാല് ഫ്ലെയിമബിൾ സോളിഡ്സ് ആൻഡ് സബ്സ്റ്റൻസസ്, അഞ്ചാമത്തെ പോയിന്റ് ഓക്സിഡൈസിങ് സബ്സ്റ്റൻസസ്. പോയിന്റ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? 5 പോയിന്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഓക്കെ ആണ്. ഒന്ന് എക്സ്പ്ലോസീവ്, രണ്ട് Liquid gas. ലിക്വിഫൈഡ് ഗ്യാസ്, മൂന്ന് ഫ്ലെയിമബിൾ ലിക്വിഡ്സ്, നാല് Flammable solids and ഫ്ലെയിമബിൾ സോളിഡ്സ് ആൻഡ് substances. സബ്സ്റ്റൻസസ്, അഞ്ച് ഓക്സിഡൈസിങ് സബ്സ്റ്റൻസസ്, ആറാമത്തത് ടോക്സിക് ആൻഡ് ഇൻഫെക്ഷ്യസ് സബ്സ്റ്റൻസസ്. അടുത്ത് ഏഴാമത്തെ പോയിന്റ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. നിങ്ങൾ ആ 209 താഴെയായിട്ട് നോട്ട് ചെയ്താൽ മതി. ഇത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. എട്ടാമത്തെ പോയിന്റ് കൊറോസീവ്സ്, CORROSIVES. ഒമ്പതാമത്തെ പോയിന്റ് ഓർഗാനിക് പെറോക്സൈഡ്, PEROXIDES, ഓർഗാനിക് പെറോക്സൈഡ്. 10 ലിഥിയം ബാറ്ററീസ്, 11 ഓക്സിജൻ, സർ 10ാമത്തെ ഒന്നുകൂടി പറയാമോ? ഏതാ? ലിഥിയം ബാറ്ററീസ്. അടുത്തത് ഓക്സിജൻ, 11ാമത്തെ. 12ാമത്തത് മിസലേനിയസ് ഡേഞ്ചറസ് ഗുഡ്സ്. എക്സാമ്പിൾ അവർ പറഞ്ഞിരിക്കുന്ന എൻജിൻസ്, ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന എൻജിൻസ്. ഒന്ന് എക്സ്പ്ലോസീവ്, രണ്ട് ലിക്വിഫൈഡ് ഗ്യാസ്, മൂന്ന് ഫ്ലെയിമബിൾ ലിക്വിഡ്സ്, നാല് ഫ്ലെയിമബിൾ സോളിഡ്സ് ആൻഡ് സബ്സ്റ്റൻസസ്, അഞ്ച് ഓക്സിഡൈസിങ് സബ്സ്റ്റൻസസ്, ആറ് ടോക്സിക് ആൻഡ് ഇൻഫെക്ഷ്യസ് സബ്സ്റ്റൻസ്, ഏഴ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, എട്ട് കൊറോസീവ്സ്, 9 ഓർഗാനിക് പെറോക്സൈഡ്, 10 ലിഥിയം ബാറ്ററീസ്, 11 ഓക്സിജൻ, 12 മിസലേനിയസ് ഡേഞ്ചറസ് ഗുഡ്സ്. എക്സാമ്പിൾ എൻജിൻസ്. ഇതെല്ലാം തന്നെ എയർ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷന് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ലേറ്റസ്റ്റ് 2/5/21 വന്ന ഗവൺമെന്റ് ഓർഡർ ആണ്. അതുകൊണ്ടാണ് ഈ PO ഗൈഡിൽ അതിന്റെ അപ്ഡേഷൻ കാണാത്തത്. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തത് ക്ലോസ് 210 ലോക്കൽ പ്രൊഹിബിഷൻസ്. അത് കോമൺ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലും ലോക്കലായിട്ട് നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്
അതൊന്നും തന്നെ പോസ്റ്റ് വഴി അയക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓരോ സ്ഥലങ്ങളിലും എന്തൊക്കെ, പഞ്ചാബില് എന്തൊക്കെ അയക്കാൻ പാടില്ല, അങ്ങനെ പോർട്ട് ബ്ലെയർ, ഓരോ സ്ഥലങ്ങളിലും ഏതൊക്കെ തരത്തിലുള്ള പ്രൊഹിബിഷൻസ് നിലവിലുണ്ട്, മഹാരാഷ്ട്ര, കേരള, ഇവിടെയെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ഓരോ സ്റ്റേറ്റ് വൈസ് കോമൺ ആയിട്ടുള്ളതല്ല, ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഇതനുസരിച്ച് പ്രൊഹിബിഷൻസ് ഉണ്ട്. അപ്പൊ അതത് ആ സ്റ്റേറ്റില് അത്തരത്തിലുള്ള ആർട്ടിക്കിൾ ഒന്നും തന്നെ അയക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് കോമൺ ആയിട്ടൊരു പറഞ്ഞിരിക്കുന്നതാണ് ഈ ക്ലോസ് നമ്പർ 210. അതെന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ നോക്കുക. കൂടുതലും പഴയ കാര്യങ്ങളാണ്. ഈ ഭാഗത്തുനിന്ന് അങ്ങനെ എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വന്നിട്ടില്ല, ലോക്കൽ പ്രൊഹിബിഷൻ ആയതുകൊണ്ട്. കാരണം അത് ഒരു ഫിക്സഡ് പോയതല്ല, ഓരോ സർക്കിളിനും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും അനുസരിച്ചിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ക്ലോസ് നമ്പർ 211. 211 ട്രീറ്റ്മെന്റ് ഓഫ് ഇഞ്ചൂറിയസ് ആർട്ടിക്കിൾ. ട്രീറ്റ്മെന്റ് ഓഫ് ഇഞ്ചൂറിയസ് ആർട്ടിക്കിൾ. നിങ്ങൾ ഈ 210 ഒന്ന് കോമൺ ആയിട്ടൊന്ന് വായിച്ചേക്കണം. എങ്ങനെ എന്തെങ്കിലും വന്നാൽ ലോക്കലായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് എന്തൊക്കെ പ്രൊവിഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചറിഞ്ഞിരിക്കണം. 211 ട്രീറ്റ്മെന്റ് ഓഫ് ഇഞ്ചൂറിയസ് ആർട്ടിക്കിൾ. In case in which a postmaster has good reason to suspect that the content of any postal article are likely to injure the mails or harm the person of anyone engaged in postal service, he is directed to detain the suspected article and to refer the case at once for the orders of the head of the circle. അപ്പം ഇത്തരത്തില് ഇഞ്ചൂറിയസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഡെലിവറിക്കായിട്ട് വന്നാൽ പോസ്റ്റ് മാസ്റ്ററിന് ആ പോസ്റ്റൽ ആർട്ടിക്കിളിനെ കുറിച്ച് പൂർണ്ണമായിട്ടും അല്ലെ കൈകാര്യം ചെയ്യുന്ന അവർക്ക് കൂടുതൽ ദോഷകരമാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ആർട്ടിക്കിള് തടഞ്ഞു വെച്ച് അത് ഹെഡ് ഓഫ് ദ സർക്കിളിന് ബാക്കി ഓർഡർ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഹെഡ് ഓഫ് ദ സർക്കിളിന് റെഫർ ചെയ്യാവുന്നതാണ്. ആ പോയിന്റ് നോട്ട് ചെയ്തത്. പോസ്റ്റ് മാസ്റ്റർ ആർക്കാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഹെഡ് ഓഫ് ദി സർക്കിളിനാണ്. ആർട്ടിക്കിൾ fastened with the pin will be returned at once to the senders if the irregularity is detected at the office of posting. If detected subsequently, they will be returned through RLO, the pins being first removed. ഇത് ചോദ്യം വന്നിട്ടുള്ള ഭാഗമാണ് മുൻ പരീക്ഷയ്ക്ക്. ഈ പിന്നെ നമ്മൾ പഠിച്ചു പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിളിന്റെ കൂടെ നമ്മൾ പഠിച്ചാണ് പിന്നെന്ന് പറയുന്ന പോയിന്റ് വരത്തില്ല എന്നുള്ളത് പഠിച്ചാണ്. അത് ഏത് പോയിന്റിന്റെ കീഴിലായിരിക്കും വരുന്നത്? പിന്നിനെ കുറിച്ച് പരാമർശിക്കുന്നത് ജനറൽ പ്രൊഹിബിഷനകത്ത് ഏത് പോയിന്റിലായിരിക്കും? അതെ, ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് നോട്ട് പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നതിന്റെ താഴെ എക്സ്പ്ലനേഷൻ എന്ന ഭാഗത്ത് പിന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് പിന്ന് അയക്കുവാണെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത്? ആ ഇറഗുലാരിറ്റി ആ അയച്ച ഓഫീസിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ചാൽ എന്താണ് ചെയ്യുന്നത്? അയക്കുന്ന ഓഫീസിൽ വെച്ച് തന്നെ ഇത് അറ്റ് ദ ഓഫീസ് ഓഫ് പോസ്റ്റിംഗ്. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓഫീസ് ഓഫ് പോസ്റ്റിംഗിൽ വെച്ച് ആർട്ടിക്കിൾ പിന്നുമായിട്ട് ഫാസ്റ്റൻ ചെയ്യുന്ന കണ്ടുപിടിച്ചാൽ അതെന്താണ് ചെയ്യുന്നത്? സെന്ററിന് അയക്കും. അതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്. സെന്ററിനാണ് അയക്കുന്നത്. ഇനി ഇഫ് ഡിറ്റക്റ്റഡ് സബ്സീക്വന്റ്ലി, ഓഫീസ് ഓഫ് പോസ്റ്റിംഗിൽ അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, അതിനുശേഷം ട്രാൻസ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ഡെലിവറിയിലോ വന്നാൽ ആ സമയത്ത് ഇത് കണ്ടുപിടിച്ചാൽ അതെന്ത് ചെയ്യണം? അതാണ് സെക്കൻഡ് പോയിന്റ്. എന്താണ് ചെയ്യേണ്ടത്? RLOയ്ക്ക് അയക്കണം. ദ പിൻ ബീങ് ഫസ്റ്റ് റിമൂവ്ഡ്. പിൻ ഊരി മാറ്റിയതിന് ശേഷം ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ കവറ് നമ്മൾ RLOയ്ക്ക് അയക്കണം. RLO ഇപ്പൊ എവിടെയാണ്? കേരളത്തിന്റെ ചെന്നൈ. ട്രിവാൻഡ്രത്തായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ചെന്നൈയിലോട്ട് 1/10/2023 മുതൽ കേരളത്തിന്റെ RLOയും ചെന്നൈ ആയിട്ട് മാറി. കേരളത്തിലെ RLO നിർത്തലാക്കി. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഫസ്റ്റ് ഇഞ്ചുറീസ് ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ എന്താണ് പോസ്റ്റ് മാസ്റ്റർ ചെയ്യുന്നത്? എന്താണ് ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് ആർട്ടിക്കിൾ എന്താ ചെയ്യുന്നത് പോസ്റ്റ് മാസ്റ്റർ? ഫസ്റ്റ് ആർട്ടിക്കിൾ ഡീറ്റെയിൻ ചെയ്യും.
തടഞ്ഞു വെക്കും. എന്നിട്ട് Head of circle ഓർഡറിന് വേണ്ടിയിട്ട് അയക്കും. അതാണ് ചെയ്യുന്നത്. ഇനി ഒരു പിന്നെ വെച്ചൊരു ആർട്ടിക്കിൾ അയക്കുവാണെങ്കിൽ അത് ഓഫീസ് ഓഫ് പോസ്റ്റിംഗിൽ വെച്ച് കണ്ടുപിടിച്ചാല് എന്താണ് ചെയ്യുന്നത്? സെന്ററിന് അയച്ചു കൊടുക്കും. ഇനി ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് കണ്ടുപിടിച്ചില്ല, സബ്സിക്വന്റ് അതിന് ശേഷമാണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ എങ്ങോട്ട് അയച്ചു കൊടുക്കും? RLOക്ക് അയച്ചു കൊടുക്കും. എങ്ങനെ അയച്ചു കൊടുക്കും? പിന്നെ റിമൂവ് ചെയ്തതിന് ശേഷം RLOക്ക് അയച്ചു കൊടുക്കും. അതാണ് 211 പറയുന്നത്. അടുത്ത ക്ലോസ് 212. ട്രീറ്റ്മെന്റ് ഓഫ്. അടുത്തത് ക്ലോസ് 212, ക്ലോസ് നമ്പർ 212. ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊഹിബിറ്റഡ് ഓർ എന്താണ് അവിടെ കിടക്കുന്നത്? ഡ്യൂറബിൾ ആർട്ടിക്കിൾസ്. ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊഹിബിറ്റഡ് ഓർ ഡ്യൂറബിൾ ആർട്ടിക്കിൾസ് അല്ലെ? അപ്പം ആ പോയിന്റ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊഹിബിറ്റഡ് ഓർ ഡ്യൂറബിൾ ആർട്ടിക്കിൾ അല്ല, ഡ്യൂട്ടിയബിൾ ആർട്ടിക്കിൾ ആണ്. ഡ്യൂട്ടിയബിൾ ആർട്ടിക്കിൾസ് എന്നാണ്. ഡ്യൂറബിൾ അല്ല, ഡ്യൂട്ടിയബിൾ. DUTIABLE എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കസ്റ്റംസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്ന ആർട്ടിക്കിളിനാണ് ഡ്യൂട്ടിയബിൾ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പേനയ്ക്ക് ആ ക്ലോസ് റൗണ്ട് ചെയ്യണം. ക്ലോസിൽ ഡ്യൂറബിൾ എന്നുള്ള വേർഡ് വെട്ടിയിട്ട് ഡ്യൂട്ടിയബിൾ എന്ന് മാറ്റണം. ഡ്യൂട്ടിയബിൾ, DUTIABLE. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഡ്യൂറബിൾ എന്നായത്. ഡ്യൂറബിൾ അല്ല, ഡ്യൂട്ടിയബിൾ ആണ്. ഡ്യൂട്ടിയബിൾ ആർട്ടിക്കിൾ. അപ്പൊ അത്തരത്തിലുള്ള ആർട്ടിക്കിൾ എന്താണ് ചെയ്യുന്നത്? Except where otherwise provided, any poster article found to contain any goods which are being imported or transmitted by post in contravention of any enactment for the time being false will be returned to a sender, and if only suspected to contain such goods will be forwarded marked doubtful to the office of destination, where it will be opened in the presence of the addressee. അപ്പം ഇത്തരത്തില് നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കസ്റ്റംസ് ഡ്യൂട്ടി ഉള്ള ആർട്ടിക്കിൾ വന്നാൽ ആ സ്ഥലത്തെ അതത് റൂൾ അനുസരിച്ച് കസ്റ്റംസ് ഇമ്പോസ് ചെയ്ത ആർട്ടിക്കിൾ മാത്രമേ നമ്മൾ ഡെലിവറി ആയിട്ട് നടത്താനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ എല്ലാം തിരിച്ച് സെന്റർക്കാണ് അയക്കേണ്ടത്. വിൽ ബി റിട്ടേൺ ടു സെന്റർ. ഇനി അതുപോലെ ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഗുഡ്സിൽ നമ്മൾ ഡൗട്ട്ഫുൾ എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഡെലിവറിയിൽ എത്തുമ്പോൾ അഡ്രസ്സിയുടെ പ്രസൻസിൽ ഓപ്പൺ ചെയ്തതിന് ശേഷമേ ആർട്ടിക്കിൾ ഡെലിവറി ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം ഈ കസ്റ്റംസ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡ്യൂട്ടിബിൾ ആർട്ടിക്കിൾ ഡൗട്ട്ഫുൾ എന്ന് രേഖപ്പെടുത്തിയാൽ എങ്ങനെയാണ് ഡെലിവറി എന്ന് ചോദിച്ചാൽ എന്താണ് ചെയ്യുന്നത്? ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അഡ്രസ്സിയുടെ പ്രസൻസിലായിരിക്കണം ഓപ്പൺ ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ഫസ്റ്റ് പോയിന്റ്. 2, ഇമ്പോർട്ടഡ് പോസ്റ്റർ ആർട്ടിക്കിൾ കണ്ടെയ്ൻ coin, bullion, precious stones, jewelry, article of gold or silver or other article which are liable to customs duty will not be transmitted by post unless and until the customs duty payable has been paid. അപ്പം ഇത്തരത്തില് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പോസ്റ്റർ ആർട്ടിക്കിൾ ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾ വരുവാണെങ്കിൽ അതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തതിന് ശേഷമേ അതിന്റെ ഡെലിവറി നടത്താൻ സാധിക്കത്തുള്ളൂ. ഓരോ രാജ്യത്തിനും ഓരോ കസ്റ്റംസ് നിയമം അനുസരിച്ച് ഓരോ തരത്തിലുള്ള ആർട്ടിക്കിളിനും ഇത്ര ശതമാനം ഡ്യൂട്ടി കസ്റ്റംസ് തീരുവ ചാർജ് ചെയ്യും. ആ തരത്തിലുള്ള എമൗണ്ട് നൽകിയാൽ മാത്രമേ അഡ്രസ്സിക്ക് ആർട്ടിക്കിൾ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഇതാണ് ക്ലോസ് 212 പറയുന്നത്. 212 ഇനി 213 ക്ലോസ് നമ്പർ 213. Article bearing thereon any matter which is prejudicial to the maintenance of the law and order. അതായത് നിയമത്തിൽ ഓർഡർ പ്രിജുഡീഷ്യൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? അതാണ് 213 പറയുന്നത്. സബ് ക്ലോസ് 1, നോ ആർട്ടിക്കിൾ വിൽ ബി ട്രാൻസ്മിറ്റഡ് ബൈ പോസ്റ്റ് വിച്ച് ഹാസ് thereon or on the cover thereof any matter which is prejudicial to the maintenance of the law and order
or which is in furtherance of the aims of a political party or organization, or any matter which tends directly to cause loss or injury to any community or class of persons whatsoever. അതായത് ഇത്തരത്തില് ഒരു രാജ്യത്തിന്റെ നിയമത്തിന്റെ എതിരായിട്ട് ഉള്ളതോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ എയിം ചെയ്തുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എതിരായിട്ടുള്ളതോ അത്തരത്തില് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് അത് നഷ്ടം വരുത്തുന്നോ അല്ലെ അവർക്ക് ഇഞ്ചുറിയോ അല്ലെ ലോസോ വരുത്തുന്നോ അത്തരത്തിലുള്ള ആയിട്ടുള്ള ആർട്ടിക്കിള് നമുക്ക് പോസ്റ്റ് വഴി അയക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് 213 പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ മെയിൻ ലോ ആൻഡ് ഓർഡറിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലോ ഉള്ള ആർട്ടിക്കിള് നമുക്ക് അയക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ഷിയാജെ പറഞ്ഞു. ഒരു കാര്യം നമുക്ക് ഈ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ ഇതിനകത്തെ എഴുത്ത് ശരിക്കും അതിനകത്ത് ക്ലോസ് ചെയ്താണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. അവരുടെ പുറത്ത് വല്ലതും പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയത്തുള്ളൂ. അല്ലേ? അതെ അതെ അതെ. അതിനെക്കുറിച്ച് ഞാൻ പല സാറന്മാരോട് ചോദിച്ചിട്ട് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതായത് നമുക്കിപ്പം സാറിന് ഒരു 20 ഗ്രാം അല്ലെങ്കിൽ 40 ഗ്രാം വെയിറ്റ് ഉള്ള ലെറ്റർ പൂർണ്ണമായിട്ട് നമുക്ക് ഒട്ടിച്ച് തന്നെ കവർ ക്ലോസ് ചെയ്ത് അയക്കാമല്ലോ. അതെ അതെ. അത് പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എതിരായിട്ട് അയക്കുവാണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിന് അത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇല്ല ഇല്ല. അപ്പൊ ഈ പറഞ്ഞ പല സാധനങ്ങളാണെങ്കിൽ പോലും പോസ്റ്റ് ഓഫീസിന് കണ്ടുപിടിക്കാൻ മാർഗങ്ങളില്ലല്ലോ. ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ മാർഗങ്ങളില്ല. എനിക്കും ഈ പാം വായിച്ചപ്പോ സംശയം വന്നിട്ട് ഞാൻ പല സാർമാരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരും പറയുന്ന കവറിന്റെ കാര്യങ്ങളാണ് അവർ കൂടുതലും പറയുന്നത്. കവറിന് പുറത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് അവർ പറയുന്നത്. കണ്ടന്റിന്റെ കാര്യം അവരും പറയുന്നില്ല ക്ലിയർ ആയിട്ട്. കാരണം കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇത് നമുക്ക് പോസ്റ്റ് ഓഫീസിന് ഇതുവരെ പ്രൊവൈഡിങ് അല്ല. അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്ന കവറിന്റെ ആയിരിക്കും നമുക്ക് അസ്യൂം ചെയ്യാം അല്ലെ. പുറത്തതാണെങ്കിൽ നമ്മള് ചെക്ക് ചെയ്യണമെന്നുള്ളതായിരിക്കണം അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പം സബ് ക്ലോസ് 2 പറയുന്നത് നോക്കുക. അടുത്തത് ഇത് ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മളിപ്പം പഠിച്ചത്. എന്തൊക്കെയാണ് ലോ ആൻഡ് ഓർഡറിനെതിരായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെതിരെ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഇവർക്ക് ഹാംഫുൾ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന തരത്തിലുള്ള എഴുത്തുകൾ പോസ്റ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടില്ല. ഇനി സബ് ക്ലോസ് 2 213(2) നോ ആർട്ടിക്കിൾ വിൽ ബി ട്രാൻസ്മിറ്റഡ് ബൈ പോസ്റ്റ് which has thereon or on the cover thereof any pictorial representation of a person who is proclaimed offender or who has been convicted of an offense punishable under Chapter 6 of the Indian Penal Code or the Defense of India rules, or who has been directed to be detained under the provisions of Rule 26 of the said rule. ഇപ്പൊ ഇവർ പറയുന്നത് അത്തരത്തിലായിരിക്കും ഒരു കവറിലോ അല്ലെങ്കിൽ അതിലോ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഒരു പടം ഉണ്ടായിരിക്കാൻ പാടില്ല. ആരുടെയാണ്? ഹു ഈസ് എ പ്രൊക്ലെയിംഡ് ഒഫൻഡർ. പ്രൊക്ലെയിംഡ് ഒഫൻഡർ എന്ന് പറഞ്ഞാല് പ്രഖ്യാപിത കുറ്റവാളി. അതാണ് പ്രൊക്ലെയിംഡ് ഒഫൻഡർ. അവര് ഏത് പ്രകാരമാണ് ഒഫൻഡർ ആവുന്നത്? ആസ് പെർ ചാപ്റ്റർ 6 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കുറ്റം ചെയ്യുന്നവരും അല്ലെങ്കിൽ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആവുന്ന എപ്പോഴാണ്, അല്ലെ പ്രഖ്യാപിത കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഏതൊക്കെ അവസരങ്ങളിലാണ് എന്ന് ഇന്ത്യൻ പീനൽ കോഡിലെ ചാപ്റ്റർ 6 പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ ആ റൂളിന്റെ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂളിന്റെ 26ാമത്തെ റൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രകാരമെല്ലാം പലയിടത്തും പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആരാണ് അല്ലെങ്കിൽ പ്രഖ്യാപിത കുറ്റവാളി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളവരുടെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഉള്ള ഒന്നും തന്നെ പോസ്റ്റ് വഴി അയക്കാൻ പാടില്ല. അതാണ് സബ് ക്ലോസ് 2 പറയുന്നത്. ഇനി സബ് ക്ലോസ് 3, ഇഫ് എനി ആർട്ടിക്കിൾ ഇൻ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ by post is found to contravene the provisions of sub clause 1 or 2, it will be sent to returned letter office for disposal. അപ്പം ട്രാൻസ്മിഷൻ ബൈ പോസ്റ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് പോയി, അതായത് ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നീട് ട്രാൻസ്മിഷൻ നടന്ന സമയത്ത് കണ്ടുപിടിച്ചു. ഏതൊക്കെ? ഇൻ കോൺട്രവെൻഷൻ ഓഫ് പ്രൊവിഷൻസ് ഓഫ് സബ് ക്ലോസ് 1 or 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചില്ലേ? ഇതിനൊട്ട് മേളിൽ പഠിച്ച സബ് ക്ലോസ് 1ലും 2ലും
ഉള്ള തരത്തിലുള്ള ആർട്ടിക്കിൾ. സബ് ക്ലോസ് 1 എന്താ പറഞ്ഞിരുന്നത്? ലോ ആൻഡ് ഓർഡർ അഗെയിൻസ്റ്റ് ലോ ആൻഡ് ഓർഡർ, പിന്നെ ഓർഗനൈസേഷൻ കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിക്ക് ഒക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ സബ് ക്ലോസിൽ പറഞ്ഞിരുന്നത് പ്രോക്ലൈംഡ് ഒഫൻഡർ. ആയിട്ടുള്ള ഒരാളുടെ ഇന്ത്യൻ പീനൽ കോഡ് പറഞ്ഞിരിക്കുന്ന പ്രൊക്ലൈംഡ് ഒഫൻഡറിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ അടങ്ങിയ കവറുകളോ മറ്റോ അയക്കുന്നത്. അപ്പം ഈ രണ്ട് ക്ലോസിലും ഉള്ള ആർട്ടിക്കിൾ ട്രാൻസ്മിഷനിടയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് എനിക്ക് തോന്നുന്നു 22-ലെ MDSനോ അതെ LGOയ്ക്കാണോ ഞാൻ ഓർക്കുന്നില്ല, ക്വസ്റ്റ്യൻ വന്ന ഭാഗമായിരുന്നു. ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ആർട്ടിക്കിൾ ചെയ്യേണ്ടത് എന്നായിരുന്നു ചോദ്യം. എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി റിട്ടേൺ ടു RLO ഫോർ ഡിസ്പോസൽ. അപ്പൊ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വരാവുന്ന മേഖലയാണ്. ഈ 2 പോയിന്റ് നോട്ട് ചെയ്യണം. കാരണം എനിക്ക് തോന്നുന്നു ഇത് 20-ലും ഇതിന് ഈ ലോ ആൻഡ് ഓർഡറിന്റെ ക്വസ്റ്റ്യനും വന്നിരുന്നു, ഈ പ്രൊക്ലൈംഡ് ഒഫൻഡറിന്റെ 22-ലും വന്നിരുന്നു. അപ്പൊ ആ ഭാഗത്ത് നിന്ന് അവര് ചോദ്യം ഇടാൻ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ചെയ്യേണ്ട ആക്ഷൻ എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് ചോദ്യം സാധാരണഗതിയിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ പോയിന്റ്? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ സർ. ഓക്കെ, ഇനി ക്ലോസ് 214. ആർട്ടിക്കിൾ വിച്ച് ഹാവ് എനിത്തിങ് റിട്ടൺ, പ്രിന്റഡ്, ഇംപ്രസ്ഡ് ഓർ അറ്റാച്ച്ഡ് ടു ദി അഡ്രസ് സൈഡ്. ആർട്ടിക്കിൾ വിച്ച് ഹാവ് എനിത്തിങ് റിട്ടൺ, പ്രിന്റഡ്, ഇംപ്രസ്ഡ് ഓർ അറ്റാച്ച്ഡ് ടു ദി അഡ്രസ് സൈഡ്. അതിന്റെ ക്ലോസ് 1, നോ ആർട്ടിക്കിൾ വിൽ ബി ട്രാൻസ്മിറ്റഡ് ബൈ പോസ്റ്റ് വിച്ച് ഹാസ് anything written, printed or otherwise impressed upon or attached to address side which either on account of is likely to be mistaken for stamps used for the payment of postage or by inconvenient proximity to such stamp or by tending to prevent the easy and quick reading of the address or in other way as in itself or the manner which is it is written, printed, impressed or attached likely is in the opinion of the DG to embrace the office of the post office in dealing with the സച്ച് ആർട്ടിക്കിൾ. ഇപ്പോൾ ഒരു ആർട്ടിക്കിളിന്റെ അഡ്രസ് സൈഡ് അല്ലെങ്കിൽ ആ അഡ്രസ്സിനെ മറയ്ക്കുന്ന രീതിയിലോ മറ്റുള്ള രീതിയിലൊന്നും തന്നെ നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ അതിനൊപ്പം ഇംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുകയോ അറ്റാച്ച് ചെയ്യാനോ പാടില്ല. അഡ്രസ് സൈഡിൽ DG അതാത് സമയങ്ങളിൽ പോസ്റ്റ് ഓഫീസ് വർക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന റൂൾ അനുസരിച്ച് വേണം അഡ്രസ് സൈഡിൽ നമ്മൾ അഡ്രസ് രേഖപ്പെടുത്താനായിട്ട്. അതിന്റെ സബ് ക്ലോസ് 2, നോ ആർട്ടിക്കിൾ വിൽ ബി ട്രാൻസ്മിറ്റഡ് ബൈ പോസ്റ്റ് which bear any stamp that was at any time but is not now in use for the payment of postage. ഒരു ആർട്ടിക്കിളും മുൻകാലങ്ങളിൽ ഉപയോഗിച്ച് നിർത്തലാക്കിയ സ്റ്റാമ്പ് ഉപയോഗിച്ചുകൊണ്ട് അയക്കാനായിട്ട് സാധിക്കത്തില്ല. or which has printed or otherwise impressed upon or attached to it or to any part of it. നമ്മൾ കവറിൽ ഒട്ടിക്കാതെ അറ്റാച്ച് ചെയ്ത് വെക്കാനും പാടില്ല. എ ഫാസിമൈൽ, ഇമിറ്റേഷൻ, ലൈക്നെസ്, റീപ്രൊഡക്ഷൻ ഓർ റെപ്രസെന്റേഷൻ ഓഫ് സച്ച് സ്റ്റാമ്പ്. അത്തരത്തിലുള്ള പോസ്റ്റേജ് സ്റ്റാമ്പുകളുടെ റീപ്രൊഡക്ഷൻ ഉള്ള രീതിയിലും ഉള്ള സ്റ്റാമ്പുകളും ഒട്ടിക്കാനായിട്ട് സാധിക്കത്തില്ല. അത്തരത്തില് ഈ റീപ്രൊഡക്ഷൻ ഓഫ് സ്റ്റാമ്പിനെ കുറിച്ചൊക്കെ നമ്മൾ എവിടെയാണ് പഠിച്ചത്? എവിടെയാണ് പഠിച്ചത് നമ്മള്? പോസ്റ്റേജ് ഉണ്ട്. അതുകൂടാതെ ഫിക്റ്റീഷ്യസ് സ്റ്റാമ്പുകൾ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? ഫിക്റ്റീഷ്യസ് സ്റ്റാമ്പ്. ഫിക്റ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് അല്ലെ കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ചത്. ക്ലോസ് നമ്പർ എത്രയായിരുന്നു? ക്ലോസ് നമ്പർ 14. ക്ലോസ് നമ്പർ 14. അത്തരത്തിൽ ഫിക്റ്റീഷ്യസ് സ്റ്റാമ്പ് ഉണ്ടാക്കുവാണെങ്കിൽ അത് ഏത് നിയമപ്രകാരമാണ് കുറ്റകരമായിരിക്കുന്നത്? 263A. എന്ത് 263A? ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിലെ 263A സെക്ഷൻ പ്രകാരം. അതാണ് അവിടെ പഠിക്കേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അത് വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലായില്ലേ?
ഇന്ത്യൻ പീനൽ കോഡിലെ 263A സെക്ഷൻ 263A എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് പ്രകാരം കുറ്റകരമാണ്. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യണം. അത് നിങ്ങൾ പ്രീവിയസ് ആയിട്ട് പഠിക്കുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എന്നാലേ നമുക്ക് POKയിലെ കാര്യങ്ങൾ മനസ്സിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ക്ലോസുകൾ കവർ ചെയ്യുമ്പോൾ ആദ്യം പഠിച്ച ഭാവം മറന്നു. അതുകൊണ്ട് നിങ്ങൾ അന്നും നമ്മൾ വളരെ കുറച്ച് പോർഷൻ മാത്രമേ നമ്മൾ ഡെയിലി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ വളരെ നല്ല രീതിയിൽ അത് വായിച്ച് അതുമായിട്ട് കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പരീക്ഷാ സമയത്ത് ഇതാവാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഓഫ് സ്റ്റാമ്പുകളും മറ്റും സാധിക്കത്തില്ല എന്നുള്ളതാണ് 214 പറയുന്നത്. സബ് ക്ലോസ് 3, ഇഫ് എനി ആർട്ടിക്കിൾ ഇൻ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ടു ഫൗണ്ട് കോൺട്രവീൻ ദ പ്രൊവിഷൻസ് ഓഫ് സബ് ക്ലോസ് 1 or 2, ഇറ്റ് വിൽ ബി റിട്ടേൺ ടു സെൻഡർ. അപ്പൊ നമ്മൾ മുകളിൽ പഠിച്ച രണ്ട് കാര്യങ്ങൾ, അതായത് അഡ്രസ് ലേബലുകൾ മറച്ചോ അല്ലെങ്കിൽ അഡ്രസ്സിനോട് അറ്റാച്ച് ചെയ്തോ, അതാണ് സബ് ക്ലോസ് 1 പറഞ്ഞിരിക്കുന്നത്. സബ് ക്ലോസ് 2 പറഞ്ഞിരിക്കുന്നത് യൂസ് ചെയ്ത സ്റ്റാമ്പ് എടുത്തുകൊണ്ട് യൂസ് ചെയ്യുവോ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രസെന്റേഷൻ ഓഫ് സ്റ്റാമ്പിന്റെ റീപ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പോസ്റ്റേജിന് പകരം ആ സ്റ്റാമ്പ് പുതിയ സ്റ്റാമ്പ് അല്ലാത്ത റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റാമ്പുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ അതെന്താണ് ചെയ്യേണ്ട ആർട്ടിക്കിൾ? ഇറ്റ് വിൽ ബി Return to sender. റിട്ടേൺ ടു സെൻഡർ. ഇറ്റ് വിൽ ബി റിട്ടേൺ ടു സെൻഡർ. അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇറ്റ് വിൽ ബി റിട്ടേൺ ടു സെൻഡർ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, ഇതാണ് സെക്ഷൻ 4 അല്ലെങ്കിൽ ചാപ്റ്റർ 4 എന്ന് പറയുന്നത്. ചാപ്റ്റർ 4 മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ 6 കിടക്കാം. ചാപ്റ്റർ 6 അല്ല, ചാപ്റ്റർ 5, സെക്ഷൻ 5 മണി ഓർഡേഴ്സ്. ആ ചാപ്റ്ററിൽ തന്നെയാണ് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറും കൂടെ വരുന്നത്. മണി ഓർഡേഴ്സും ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറും. 215 ഡെഫിനിഷൻസ്. എ മണി ഓർഡർ ഈസ് ആൻ ഓർഡർ issued by the post office for the payment of a sum of money through the agency of the post office. അപ്പൊ ഈ മണി ഓർഡറിന്റെ ഡെഫിനിഷൻ എന്താണ്? മണി ഓർഡർ എന്ന് പറയുന്ന ഒരു ഓർഡറാണ്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറാണ്. ഒരു തുക ഒരാൾക്ക് കൊടുക്കാൻ, പോസ്റ്റ് ഓഫീസ് എന്ന ഏജൻസി വഴി ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറിന് പറയുന്ന പേരാണ് മണി ഓർഡർ. അതാണ് മണി ഓർഡറിന്റെ ഡെഫിനിഷൻ. എ റെമിറ്റർ ഈസ് ദ പേഴ്സൺ ഹൂ സെൻഡ് മണി ബൈ മീൻസ് ഓഫ് എ മണി ഓർഡർ. അടുത്തത്, മണി ഓർഡറിൽ പ്രധാനമായിട്ടും 2 വ്യക്തികൾ കാണും. ആരൊക്കെയാണ്? Remitter and Pay. റെമിറ്റർ ആൻഡ് പേയ്. ലെറ്റർ ആണെങ്കിലോ addressing Sender and address. അഡ്രസ്സിംഗ് സെൻഡർ. അതിന് വരെ മണി ഓർഡർ പറയുന്നതാണ് റെമിറ്റർ ആൻഡ് പേയ്. അപ്പൊ റെമിറ്റർ ഈസ് ദ പേഴ്സൺ ഹൂ സെൻഡ് മണി ബൈ മീൻസ് ഓഫ് എ മണി ഓർഡർ. അപ്പൊ മണി ഓർഡർ മുഖേന പൈസ അയക്കുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് റെമിറ്റർ. എ പേയ് ഈസ് ദ പേഴ്സൺ നെയിംഡ് ഇൻ മണി ഓർഡർ ആസ് ദ പേഴ്സൺ ടു ഹൂം ദ മണി ഈസ് ടു ബി പെയ്ഡ്. ആ മണി ഓർഡറിൽ ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നോ ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് പേയി. അടുത്തത് മനസ്സിലായല്ലോ? മണി ഓർഡറിന്റെ ഡെഫിനിഷൻ എന്താണ്? മണി ഓർഡറിൽ 2 പാർട്ടികളാണ്, റെമിറ്റർ എന്താണ്, പേയി എന്താണ്, മനസ്സിലായല്ലോ? മണി ഓർഡർ ഫോംസ് മേ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ് ഓൺ പേയ്മെന്റ് ഓഫ് എത്ര അവിടെ എഴുതി വെച്ചേക്കുന്നേ? 10 പൈസ. അതെല്ലാം പോയി അതാണ് ഞാൻ പറഞ്ഞ POKയുടെ കാലഹരണപ്പെട്ടാണ്. ഡിപ്പാർട്ട്മെന്റ് കാലത്തിനനുസരിച്ച് മാറ്റം വരാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഏത് മണി ഓർഡറാണ് നിലവിലുള്ളത്? Electronic money order. ഇലക്ട്രോണിക് മണി ഓർഡർ, EM. അതിന്റെ ഫോമിന്റെ പൈസ എത്രയാണ്? ഫ്രീ ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതാണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് മണി ഓർഡറിന്റെ എന്ന് പറഞ്ഞാൽ. ആണ് 215 ഇത്രയും കാര്യങ്ങളാണ്. ഈ ക്ലോസ് നമ്പർ 216. Money order offices. All post office are money orders office except those are distinguished by the letter D against their names in the list of post office published in part 3 of this guide. നമ്മൾ പഠിച്ചു POKയുടെ പാർട്ട് 3 ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നുണ്ട്. അതിനകത്തെ പാർട്ട് 3 നോക്കുമ്പോൾ അതിനകത്ത് D എന്ന് പറയുന്ന വേർഡ് ഒഴിച്ചുള്ള എല്ലാ ഓഫീസുകളും മണി ഓർഡർ ബുക്ക് ചെയ്യാവുന്ന ഓഫീസാണ്. പണ്ടത്തെ കാലഹരണപ്പെട്ട നിയമമാണ്, ഇപ്പൊ ഒന്നും ബാധകമല്ല. ഇപ്പം എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തന്നെ മണി ഓർഡർ ബുക്ക് ചെയ്യാനും പേയ്മെന്റ് നടത്താനും സാധിക്കും. അതുകൊണ്ട് ആ ക്ലോസിന് ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് പ്രസക്തി ഇല്ലാത്തതാണ്. 217 ലിമിറ്റ് ഓഫ് എ വാല്യൂ. ദ എമൗണ്ട് ഫോർ വിച്ച് എ സിംഗിൾ മണി ഓർഡർ മേ ബി ഇഷ്യൂഡ് മസ്റ്റ് നോട്ട് എക്സീഡ് rupees
എത്രയാണ്? 5,000. റൗണ്ട് ചെയ്യുക. പഴയ വാല്യൂ വരുന്നത് 1000, അത് 5,000. ഒരു സിംഗിൾ മണി ഓർഡർ ഫോമിൽ മാക്സിമം എത്ര രൂപ വരെ അയക്കാം? എത്ര രൂപ വരെ അയക്കാം? 5,000. 5,000. ഇനി 218 മണി ഓർഡർ ഹൗ ഒബ്റ്റൈൻഡ്. എങ്ങനെയാണ് മണി ഓർഡർ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളും മറ്റുമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. മണി ഓർഡർ ഫോം ഫില്ല് ചെയ്യേണ്ട അതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് 218 പറഞ്ഞിരിക്കുന്നത്. 219 പേയീസ് നെയിം ആൻഡ് അഡ്രസ്. പേയീസ് നെയിം ആൻഡ് അഡ്രസ്. The name and address of the payee must be entered with such a completeness as shall secure identification and prevent risk of wrong payment. അപ്പം റോങ് പേയ്മെന്റ്, തെറ്റായ പേയ്മെന്റ് നടത്താതിരിക്കാൻ വേണ്ടി അഡ്രസ്സിയുടെ പേരും അഡ്രസ്സും വളരെ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അപ്പം അത്തരത്തിലുള്ള പേയ്മെന്റ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ 219 പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇനി 220 നോൺ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി പോസ്റ്റ് ഓഫീസ്. The post office will not be responsible for A. On the wrong payment of money order by incorrect or incomplete information given by the remitter as to the name and address of the payee, or B. For the payment of a money order being refused or delayed or on account of any accident, neglect or omission or mistake by or on the part of an post office for wrong payment of money order after the expiration of 1 year from the date of issue of the order. അപ്പൊ ഇത്തരത്തിലുള്ള മണി ഓർഡർ തെറ്റായിട്ടുള്ള രീതിയിൽ അഡ്രസ് രേഖപ്പെടുത്തിയിട്ടുള്ളതിനോ അല്ലെങ്കിൽ വേറെ അത്തരത്തിലുള്ള ലോങ് ഡെലിവറിയോ മറ്റോ നടക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് അതിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ 220 പറഞ്ഞിരിക്കുന്നത്. 221 റെമിറ്റേഴ്സ് റെസിപ്റ്റ്. എ റെസിപ്റ്റ് വിൽ ബി ഗിവൺ ടു ദ റെമിറ്റർ ഫോർ ദ എമൗണ്ട് പെയ്ഡ് ബൈ ഹിം ഓൺ അക്കൗണ്ട് ഓഫ് ദി മണി ഓർഡർ ആൻഡ് കമ്മീഷൻ. Any error or omission in the receipt should be pointed at once by the remitter, otherwise the post office will not be responsible. അപ്പം ഒരു മണി ഓർഡർ ബുക്ക് ചെയ്യുമ്പോൾ പോസ്റ്റ് ഓഫീസിന് അവർക്ക് അപ്പം തന്നെ മണി ഓർഡറിന്റെ റെസിപ്റ്റ് ലഭിക്കും. അത് വായിച്ച് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തണം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അതിന് ഉത്തരവാദി ആയിരിക്കത്തില്ല എന്നുള്ളതാണ് 221 പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. 222 സിഗ്നേച്ചർ ഓഫ് പേയി. The money order and acknowledgement must be signed by the payee, named by the remitter or by some other person authorizing in writing to a payee in this behalf. ഇനി തിരിച്ച് ഈ മണി ഓർഡർ ബുക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞ് ഡെലിവറി ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞാൽ മണി ഓർഡർ പേയ്മെന്റ് നടത്തേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ EMO ബുക്കിങ്ങിന്റെ അക്നോളജ്മെന്റ് ഭാഗം ഏത് ഭാഗത്തായിട്ടാണ്? അക്നോളജ്മെന്റ് എന്ന് പറയുന്ന ഭാഗം Bottom side. ഇപ്പോഴത്തെ EMOയുടെ അക്നോളജ്മെന്റ് താഴെ ഭാഗത്തായിട്ടാണ് അക്നോളജ്മെന്റ് ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം മണി ഓർഡർ ഫോമിലും അക്നോളജ്മെന്റ് ഫോമിലും സൈൻ ചെയ്യിക്കുക. ഇനി ഇതുവരെ ഇതിനും ഓതറൈസേഷൻ ഉണ്ട്. നമ്മുടെ രജിസ്റ്റർ പഠിച്ചവരെ ഇതിനും വേണമെങ്കിൽ അഡ്രസ്സിക്ക് ഓതറൈസ് ചെയ്ത് ഒരാളെ ഏർപ്പെടുത്താവുന്നതാണ്. അതാണ് 222 പറഞ്ഞിരിക്കുന്നത്. അടുത്ത 223 പേയീസ് അക്നോളജ്മെന്റ്. Payee's acknowledgement. The remitter of a money order receives an acknowledgement of payment of the amount of the money order signed by the payee or his authorized agent. If the acknowledgement is not received in a reasonable time, a certificate of payment signed by the postmaster of the office will be given on application. However, in the case of money orders issued in favor of government or district, local or municipal board, the acknowledgement in some cases is returned the payee who issues a department receipt to the remitter direct. വേറൊന്നുമില്ല, നമ്മൾ മണി ഓർഡർ ഒപ്പിട്ട് കഴിഞ്ഞ് ആ അക്നോളജ്മെന്റ് നമ്മുടെ രജിസ്റ്ററിന്റെ അക്നോളജ്മെന്റ് അയച്ചു കൊടുക്കുന്നത് പോലെ തിരിച്ച് അയച്ചു കൊടുക്കുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണവശാല് റീസണബിൾ ടൈമിന് അക്നോളജ്മെന്റ് കിട്ടുന്നില്ലെങ്കിൽ ആ ഡെലിവറി ആയ ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ ഒരു ഇന്ന ദിവസം മണി ഓർഡർ പേയ്മെന്റ് ആയി എന്ന് പറഞ്ഞുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അത് അക്നോളജ്മെന്റിന് തത്തുല്യമായിട്ടുള്ള രേഖയായിട്ട് ഈ റെമിറ്ററിന് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് 223 പറഞ്ഞിരിക്കുന്നത്. ഇനി 224 illiterate pays. If the payee of a money order is illiterate, it will be necessary for him to make his mark on the money order in the presence of witness whose signature must be obtained on the order. ഇപ്പൊ പേയ് ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ ഒരു വിറ്റ്നസിനെ വെച്ച് ആ വിറ്റ്നസിന്റെ സിഗ്നേച്ചറും വെച്ചതിന് ശേഷം മാത്രമേ മണി ഓർഡർ ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേയ്ക്ക് മണി ഓർഡർ കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. അപ്പം വിറ്റ്നസ് വേണം, ആ വിറ്റ്നസിന്റെ സിഗ്നേച്ചറും മേടിച്ചിരിക്കണം എന്നുള്ള ഭാഗം നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്തത് ക്ലോസ് 225. Redirection. If the payee of a money order has moved
from the place at which the order was originally payable and has left instructions with the post office for the redirection of the article to his address, the money order will be redirected and will be payable at the revised address without any extra charge if the office of payment by an Indian post office. അപ്പം ഇത്തരത്തില് മണി ഓർഡർ റീഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷ തന്നിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ആ പുതിയ അഡ്രസ്സ് നമ്മൾ എഴുതി ആ പുതിയ സ്ഥലത്തോട്ട് മണി ഓർഡർ റീഡയറക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മണി ഓർഡറിന്റെ റീഡയറക്ഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല, ഫ്രീ ആയിട്ടാണ് ഈ സർവീസ് ലഭ്യമാവുന്നത്. അപ്പൊ മണി ഓർഡറിന്റെ റീഡയറക്ഷനെ കുറിച്ചാണ് 225 പറഞ്ഞിരിക്കുന്നത്. 226 ക്ലോസ് നമ്പർ 226 ഓൾട്രേഷൻ ഇൻ അഡ്രസ് ഓർ പ്ലേസ് ഓഫ് പേയ്മെന്റ്. ഓൾട്രേഷൻ ഇൻ അഡ്രസ് or place of payment. The remitter of a money order which has not been paid may require that the address of the payee shall be altered or that the name of the post office at which the order was originally made payable shall be changed. അപ്പം അഡ്രസ്സും പ്ലേസ് ഓഫ് പേയ്മെന്റും അല്ലെങ്കിൽ കിട്ടേണ്ട അഡ്രസ്സ്, അതായത് വീട്ടുപേര്, അല്ലെങ്കിൽ ഓഫീസ് പ്ലേസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ കിട്ടേണ്ട പോസ്റ്റ് ഓഫീസിന്റെ പേര്, അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഓൾട്രേഷൻ വരുത്താൻ സാധിക്കും. ഇതും പഴയ മണി ഓർഡറിന്റെ കൺസെപ്റ്റ് ആണ്. ഇപ്പോഴത്തെ ഇലക്ട്രോണിക് മണി ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർവൈസർ ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓൾട്രേഷൻ നടത്താൻ സാധിക്കത്തില്ല. പണ്ടത്തെ മണി ഓർഡർ ഫോം ഉപയോഗിച്ചിരുന്ന കാലത്തെ കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. The required change will be made without additional charge on the remitter applying in writing to the post office at which the order was issued and producing the receipt and giving full particulars of the payee address as entered in the money order. അപ്പം പ്രത്യേകിച്ച് ചാർജ് ഒന്നും തന്നെ വേണ്ട, ആവശ്യം ഇല്ല ഓൾട്രേഷൻ വരുന്നതിന്. രജിസ്റ്ററിൽ ഇതിന് പറയുന്നത് എന്താണ്? രജിസ്ട്രേഷൻ ഒക്കെ അയക്കുമ്പം നമുക്ക് എന്ത് ഫെസിലിറ്റി ഉണ്ട്? റീഡയറക്ഷൻ ഉണ്ട്. അതുകൂടെ റീകോൾ ഓഫ് ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചില്ലേ, റീകോൾ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അതുപോലെ തന്നെ മണി ഓർഡർ അയക്കുന്ന പേരല്ല അഡ്രസ്സ്, മണി ഓർഡർ പേയുടെ അഡ്രസ്സോ ആ പോസ്റ്റ് ഓഫീസോ എന്തെങ്കിലും ചേഞ്ച് വന്നു പോയാൽ അത് നമുക്ക് ഓൾട്രേഷൻ വരുത്തി വീണ്ടും അയക്കാനായിട്ട് സാധിക്കും. പക്ഷെ ആ അയച്ച പോസ്റ്റ് ഓഫീസിലായിരിക്കണം സമീപിക്കേണ്ടത്. അയച്ച മണി ഓർഡറിന്റെ റെസിപ്റ്റ് ഹാജരാക്കണം. പിന്നെ പേയുടെ ഫുൾ അഡ്രസ്സ് പുതുതായിട്ട് ആ മണി ഓർഡർ ഫോമിൽ കറക്റ്റ് ആയിട്ട് എഴുതി അയക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ 226 പറഞ്ഞിരിക്കുന്നത്. ഇത് പഴയ ക്ലോസ് ആണ്, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് അല്ല, കാരണം EMOയ്ക്ക് ഓൾട്രേഷൻ സാധിക്കത്തില്ല. റീഡയറക്ഷൻ സാധിക്കുമോ EMOയ്ക്ക്? റീഡയറക്ഷൻ സാധിക്കും. EMOയ്ക്ക് റീഡയറക്ഷൻ ഫെസിലിറ്റി ഉണ്ട്, റീഡയറക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഈ റീകോൾ ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അഡ്രസ് ഓൾട്രേഷൻ പിന്നീട് പറ്റത്തില്ല. കാരണം ഓൺലൈൻ വഴി ഇതായതുകൊണ്ട് ഓൾട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അടുത്ത 227 ഓൾട്രേഷൻ ഓഫ് പേയീസ് നെയിം. ദ റെമിറ്റർ ഓഫ് എ മണി ഓർഡർ വിച്ച് ഹാസ് നോട്ട് ബീൻ paid may require that the amount to be paid to some other person other than the payee named in the order. The required change will be made on the payment of the second commission equal to the first on the remitter applying in writing to the post office at which the order was issued and producing the receipt and giving full particulars of the payee's address as entered in the money order. അപ്പം റെമിറ്റർ ഒരു മണി ഓർഡർ അയച്ച് അത് പേയ്ക്ക് പെയ്ഡ് ആയില്ലെങ്കിൽ അതിനു മുമ്പുള്ള സമയങ്ങളിൽ വേണമെങ്കിൽ ഈ റെമിറ്ററിന് ആ പേയുടെ പേര് മാറ്റാനും അവസരം ഉണ്ടായിരിക്കും. ഇതും പഴയ മണി ഓർഡറിന്റെ ഫെസിലിറ്റിയാണ്. ഇപ്പോഴീ ഫെസിലിറ്റി EMOയ്ക്ക് ഇല്ല. പഴയ മണി ഓർഡർ ഫോമിന്റെ സമയത്തെ കാര്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പക്ഷെ അതിന് പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫീസ് ഈടാക്കുന്നതാണ്. ഫീസ് എത്രയാണ്? ആ ഫീസിന് പറയുന്നതാണ് സെക്കൻഡ് കമ്മീഷൻ. സെക്കൻഡ് കമ്മീഷൻ ഈക്വൽ ടു ഫസ്റ്റ് കമ്മീഷൻ. ഈക്വൽ ടു ഫസ്റ്റ് കമ്മീഷൻ. എന്താണ് ഫസ്റ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാല്? ബുക്ക് ചെയ്യുന്നത്. അതെ, മണി ഓർഡർ ബുക്ക് ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്ന കമ്മീഷനാണ് ഫസ്റ്റ് കമ്മീഷൻ. കമ്മീഷൻ എത്രയാണ്? 100-5 രൂപ. 100-5 രൂപ, അല്ലെങ്കിൽ 20-1 രൂപ. EMOയ്ക്ക് അത് തന്നെയാണ്, പഴയ മണി ഓർഡറിനും അത് തന്നെയായിരുന്നു. അപ്പൊ അത് മാറ്റമൊന്നുമില്ല, അത് പറഞ്ഞിരിക്കും കമ്മീഷൻ എത്രയാണ്. ഇതിനാണ് ഫസ്റ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡ് കമ്മീഷൻ, അപ്പം ഇത്തരത്തിൽ ഓൾട്രേഷൻ പേ മാറ്റണമെങ്കിൽ ഓൾട്രേഷൻ വരുന്നതിന് കൊടുക്കേണ്ട അഡീഷൻ ഇതാണ് സെക്കൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് കമ്മീഷൻ തുക എത്രയാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കമ്മീഷൻ എത്രയായിരുന്നു അത് തന്നെയായിരിക്കും സെക്കൻഡ് കമ്മീഷൻ. അത് അപ്പം പോസ്റ്റ് ഓഫീസിൽ വെള്ള പേപ്പറിൽ അപേക്ഷ കൊടുത്ത്
അതിനകത്ത് സെക്കൻഡ് കമ്മീഷൻ ഏത് രീതിയിൽ ഒട്ടിക്കും? സെക്കൻഡ് കമ്മീഷൻ എങ്ങനെ കൊടുക്കും? ഫസ്റ്റിന് തുല്യം. എന്തോ ഫസ്റ്റിന് തുല്യമായി. ഫസ്റ്റിന് തുല്യമായിട്ടുള്ള സെക്കൻഡ് കമ്മീഷൻ ആപ്ലിക്കേഷനിൽ പോസ്റ്റേജ് സ്റ്റാമ്പ് ആയിട്ട് ഒട്ടിക്കണം. പോസ്റ്റേജ് സ്റ്റാമ്പിന്റെ രൂപത്തിലാണ് ആ പൈസ ഒട്ടിക്കേണ്ടത്. ക്യാഷ് കൊടുക്കുമല്ല, സ്റ്റാമ്പിന്റെ രൂപത്തിൽ ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കണം സെക്കൻഡ് കമ്മീഷൻ. എമൗണ്ട് എത്രയാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കമ്മീഷൻ ഈക്വൽ ആയിട്ടുള്ളത്, അതാണ് സെക്കൻഡ് കമ്മീഷൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേയുടെ പേരിനകത്തും ഓൾട്ടറേഷൻ വരുത്താനായിട്ട് സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഓൾട്ടറേഷൻ ഓഫ് പേയി നെയിം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഡ്രസ്സും പേയുടെ കിട്ടേണ്ട ആളുടെ അഡ്രസ്സും പോസ്റ്റ് ഓഫീസും ചേഞ്ച് ചെയ്യുന്നതിന് ഫീസ് എത്രയാണ്? ഫ്രീ ഓഫ് കോസ്റ്റ്. എത്രയാ? ബുക്കിംഗ് ടൈമിൽ കമ്മീഷൻ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്. അഡ്രസ്സും പോസ്റ്റ് ഓഫീസും ചേഞ്ച് ചെയ്യുന്നതിന് കോസ്റ്റ് ഇല്ല. കോസ്റ്റ് ഇല്ല. അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. പേയുടെ പേരിൽ മാറ്റം വരുത്തണമെങ്കിൽ സെക്കൻഡ് ഈക്വൽ ടു ദ ഫസ്റ്റ്. സെക്കൻഡ് കമ്മീഷൻ ഈക്വൽ ടു ദ ഫസ്റ്റ്. മനസ്സിലായോ? ഈ പോയിന്റ് ആണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് പ്രധാനമായിട്ടും. അടുത്തത് 228. മനസ്സിലായല്ലോ? 226, 277. ഈ ചോദ്യം വേണമെങ്കിൽ വരാം, PO ഗൈഡിൽ ഉള്ളതുകൊണ്ട്. ഇപ്പോഴത്തെ ഇതിൽ പ്രസക്തി ഇല്ല, എന്നാലും ഒരു PO ഗൈഡ് റെഫർ ചെയ്ത് നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നതുകൊണ്ട് എല്ലാം ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞത്. 228 stoppage of payment. The remitter of a money order which has not been paid may stop payment and require that the money to be repaid to himself. This will be done without additional charge on the remitter applying in writing to a post office at which the money order was issued and producing the receipt and giving full particulars of the payer's address is entered in the money order. അപ്പം മണി ഓർഡർ സ്റ്റോപ്പേജ്, അതായത് ഈ പേയ്ക്ക് മണി ഓർഡർ പെയ്ഡ് ആയിട്ടില്ലെങ്കിൽ ആ മണി ഓർഡർ പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചയച്ചു തരാൻ പറയാനുള്ള അവകാശവും റെമിറ്ററിന് ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേക ഫീസ് ഒന്നും പോസ്റ്റ് ഓഫീസ് കളക്ട് ചെയ്യുന്നില്ല. ആപ്ലിക്കേഷൻ കൊടുത്ത് മണി ഓർഡർ ബുക്ക് ചെയ്തതിന്റെ രേഖയും ഹാജരാക്കി കഴിഞ്ഞാൽ അവിടെ പേയ്മെന്റ് ആയിട്ടില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അത് തിരിച്ച് പേയ്മെന്റ് ആക്കാതെ തിരിച്ച് റെമിറ്ററിന് അയച്ചു കൊടുക്കും. ഈ ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും. അതാണ് സ്റ്റോപ്പേജ് ഓഫ് പേയ്മെന്റ്. ഇനി അടുത്തത് 229 ഡിസ്പോസൽ ഓഫ് ഡീറ്റെയിൻഡ് ഓർ റിഫ്യൂസ്ഡ് മണി ഓർഡേഴ്സ്. If the payee of a money order cannot be found, or if the payee refuses to take payment on presentation of the money order to him, the amount of the money order will be returned at once to the remitter free of charge. അപ്പം എന്തെങ്കിലും കാരണവശാൽ മണി ഓർഡർ കിട്ടേണ്ട പേയി റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ മണി ഓർഡർ അപ്പം തന്നെ നമുക്ക് തിരിച്ച് അയക്കാവുന്നതാണ്. സെൻഡറിന് അല്ലെങ്കിൽ സെൻഡർ അല്ല റെമിറ്ററിന് അയച്ചു കൊടുക്കാവുന്നതാണ്. Provided that if the payee, while refusing to take payment on presentation of the money order to him, makes an application right into a post office of delivery for the detention of the money order, or if the payee is not found at the address given on the money order will be detained in the post office for a period not exceeding 7 days from the date of its presentation to the payee, or from the date it is sent out for the payment as the case may be. ഇത് ഏതിന് തുല്യമാണ് ഈ റൂള്? ഇത് മണി ഓർഡറിന്റെ ഡെലിവറി അല്ലെ പേയ്മെന്റ് കൊടുക്കേണ്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ദിവസം ചെന്നു, അപ്പോൾ ആ വ്യക്തി മണി ഓർഡർ കിട്ടേണ്ട പേയി ഒരു ആപ്ലിക്കേഷൻ തരുവാണ്. മണി ഓർഡർ പോസ്റ്റ് ഓഫീസിൽ സൂക്ഷിച്ചു വെക്കുക, ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം. അതൊരു കേസ്. രണ്ടാമത്തത് ആ പേയി അവിടെ കണ്ടില്ല എങ്കിൽ 2 കേസായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ പേയിക്ക് ഒന്നാമത്തെ കേസിൽ, അതായത് പേയി ആപ്ലിക്കേഷൻ തരുന്ന കേസിൽ ആണെങ്കിൽ ആ പ്രസന്റ് ചെയ്ത അന്ന് മുതൽ 7 ദിവസം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ രജിസ്റ്റർ കൊണ്ടുപോകുന്നവരെ അഡ്രസ്സെ കണ്ടെങ്കില്ലെങ്കിൽ 2ാമത്തെ ദിവസം പോയി ഇന്റിമേഷൻ കൊടുക്കും. അന്ന് മുതൽ 7 ദിവസം. അത് 2 പോയിന്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. 2 കേസാണ്. ഇത് തന്നെയായിരുന്നു എവിടെയും പറഞ്ഞിരുന്നത്? രജിസ്ട്രേഷന്റെ കേസിലും ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചത്. ആ സെയിം പോയിന്റ് തന്നെയാണ് മണി ഓർഡറിന്റെ കാര്യത്തിലും പറയുന്നത്. If the payee fails to take payment of the money order from the post office within a set period of 7 days, the money order will be returned to a remitter on the first working day immediately following the expiry of the set period of 7 days. അതായത് ഇത്തരത്തില് മണി ഓർഡർ എടുക്കുന്നില്ല എങ്കിൽ
ആ പീരീഡ് കഴിഞ്ഞു വരുന്ന വർക്കിംഗ് ഡേ ഏതാണോ ആ വർക്കിംഗ് ഡേയിൽ ഇത് തിരിച്ച് റെമിറ്ററിന് നമ്മൾ അയച്ചു കൊടുക്കും. അതാണ് ഡിസ്പോസൽ, മണി ഓർഡറിന്റെ ഡിസ്പോസൽ ഇതിനെ കുറിച്ച് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതാണ് 229 പറഞ്ഞിരിക്കുന്നത്. ഇനി 230 വോയിഡ് മണി ഓർഡേഴ്സ്. വോയിഡ് മണി ഓർഡേഴ്സ്. If the payment of a money order to the payee cannot be effected and the amount cannot be repaid to the remitter owing to the latter not being found, the order become void and its value is credited to the central government. ഇത് ഏതിന് തുല്യമായിട്ട് പറയാം നമുക്ക്? രജിസ്റ്ററിന്റെ കേസിൽ അഡ്രസ്സിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ലെറ്റർ നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കും? സെന്ററിന് അയച്ചു കൊടുക്കും. അതെ. ഇനി സെന്ററിനെ നമുക്ക് അതിനകത്തൂടെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആർട്ടിക്കിള് RLOയ്ക്ക് അയച്ചു. ആ സെയിം സിറ്റുവേഷൻ മണി ഓർഡറിന് സംഭവിക്കുകയാണെങ്കിൽ എന്താണ്? അതാണ് 230 പറയുന്നത്. ആ പറഞ്ഞിരിക്കുന്ന പേയിക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ആർക്ക് അയച്ചു കൊടുക്കും മണി ഓർഡർ? റെമിറ്ററിന് അയച്ചു കൊടുക്കും. ഇനി റെമിറ്ററിനെയും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള മണി ഓർഡർ തന്നെയാണ് പറയുന്നതാണ് വോയിഡ് മണി ഓർഡർ. വോയിഡ് മണി ഓർഡർ അസാധു, അതാണ് വോയിഡ് എന്ന് പറയുന്നത്. വോയിഡ്, വാലിഡിന്റെ ഓപ്പോസിറ്റ് ആണ് വോയിഡ്, അതായത് അസാധു ആയിത്തീരും. എന്നിട്ട് ഇതെന്താണ് ചെയ്യുന്നത്? ദ വാല്യൂ ടു ബി ക്രെഡിറ്റഡ് ടു സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിലോട്ട് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ബട്ട് ഇഫ് ദ പേയി ഓർ റെമിറ്റർ സബ്സീക്വന്റ്ലി അപ്ലൈസ് ഫോർ പേയ്മെന്റ്, the amount of the order will be paid to him on the authority of the postal accounts officer, provided that the application is made before the expiration of 1 year from the date of issue of the original order. അപ്പം മണി ഓർഡർ ഇഷ്യൂ അന്നു മുതൽ 1 വർഷം കഴിയുന്നതിന് മുമ്പാണെങ്കിൽ പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസിൽ നിന്ന് സമ്മതമുണ്ടെങ്കിൽ അത് പേയിക്കും റെമിറ്ററിനും സബ്സീക്വന്റ് ആയിട്ട് അപേക്ഷ കൊടുത്താൽ മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതാണ് 230 പറഞ്ഞിരിക്കുന്നത്. 230 പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. നമ്മൾ പേയ്ക്ക് കൊടുക്കാൻ സാധിക്കാൻ നോക്കും. പേയ്ക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തിരിച്ച് റെമിറ്ററിന് അയച്ചു കൊടുക്കും. ഈ റെമിറ്ററിനും അത് മേടിക്കാൻ സാധിക്കാത്ത സിറ്റുവേഷൻ വന്നാൽ സെൻട്രൽ ഗവൺമെന്റിലോട്ട് ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ ഇരുന്നാലും ഈ പേയ്ക്കോ സെന്ററിനോ ആ മണി ഓർഡർ ഇഷ്യൂ അന്നു മുതൽ 1 വർഷത്തിനകമുള്ള പീരീഡിനകം വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസിൽ നിന്ന് സമ്മതവും ലഭിച്ചാൽ അത് വേണമെങ്കിൽ പേയ്ക്കും റെമിറ്ററിനും മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആ തുക ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് ക്ലോസ് 230 വോയിഡ് മണി ഓർഡേഴ്സിന്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി 231 സ്പെഷ്യൽ മണി ഓർഡർ ഫോംസ്. അതൊന്നും നിലവിലില്ല. ഇപ്പൊ ഒറ്റ തരത്തിലുള്ള മണി ഓർഡർ ഫോമേ ഉള്ളൂ. ഏതാണ്? EMO, ഇലക്ട്രോണിക് മണി ഓർഡർ. 232 ഓപ്ഷൻ ഓഫ് ദി പോസ്റ്റ് ഓഫീസ്. The Director General may at any time suspend the issue of money orders upon or by any particular post office or group of post offices, or direct that the money order should not be issued except on payment of special rate of commission higher than the ordinary rates. അപ്പം പോസ്റ്റ് ഓഫീസിന് പൂർണ്ണ അവകാശമായിരിക്കും ഏത് സമയത്ത് വേണമെങ്കിലും ഈ മണി ഓർഡർ ഇഷ്യൂ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം പോസ്റ്റ് ഓഫീസിൽ നിന്നോ സസ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കമ്മീഷൻ റേറ്റ് ഉയർത്താനുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ റേറ്റിനേക്കാളും മാറ്റം വരുത്താനുള്ള അവകാശവും ഉണ്ടായിരിക്കും. അതാർക്കാണ്? പോസ്റ്റ് ഓഫീസിന് വേണ്ടി ആരാണ് ചെയ്യുന്നത്? ആ പവർ ആർക്കാണുള്ളത്? DG പോസ്റ്റ്, ഡയറക്ടർ ജനറൽ ഓഫ് പോസ്റ്റ്, DG പോസ്റ്റ്. ആ പോയിന്റ് ആണ് നിങ്ങൾ അവിടെ 232 ക്ലോസിൽ നോട്ട് ചെയ്യേണ്ടത്. മണി ഓർഡർ സസ്പെൻഡ് ചെയ്യാനും ഒരു ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഓഫീസിൽ നിന്നോ ബുക്കിംഗ് നിർത്തലാക്കാനോ അല്ലെങ്കിൽ കമ്മീഷൻ റേറ്റ് ഉയർത്താനോ ഉള്ള അധികാരം ആർക്കാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ്? DG പോസ്റ്റിനാണ് പ്രധാനമായിട്ടും ഉള്ളത്. 233 ട്രാൻസ്മിഷൻ ഓഫ് മണി ഓർഡേഴ്സ്. ഓൾ മണി ഓർഡേഴ്സ് ആർ ക്യാരിഡ് ബൈ എയർ ലൈക്ക് ലെറ്റേഴ്സ് ആൻഡ് പോസ്റ്റ് കാർഡ് വിത്തൗട്ട് എനി സർചാർജ് വേർ സച്ച് കൺവീനിയൻസ് ഈസ് അവൈലബിൾ ആൻഡ് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ്. ഇതും ഇപ്പം പ്രസക്തിയില്ല. EMO ആൻഡ് ഇലക്ട്രോണിക് ആണ്, ഓൺലൈൻ പേയ്മെന്റ് ആണ്, അതുകൊണ്ട് പോകുന്നില്ല. പണ്ടത്തെ മണി ഓർഡർ ഫോം നമ്മൾ ഇന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിൽ എയർ വഴി അയക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ആർട്ടിക്കിളിന് നമുക്ക് എയർ സർചാർജ് മേടിക്കത്തില്ല.
സെക്കൻഡ് ക്ലാസ് ആർട്ടിക്കിൾ നമ്മൾ എയർ സർചാർജ് മേടിച്ചാണ് അയക്കുന്നത്. പക്ഷെ അപ്പൊ മണി ഓർഡറിനും ഫസ്റ്റ് ക്ലാസ് ആർട്ടിക്കിൾ പോരെ എയർ സർചാർജ് ഇല്ലാതെയാണ് നമ്മൾ ഫ്രീ ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പം എയർ സർചാർജ് ഇല്ലാത്ത ഒരു ഇതായിരുന്നു മണി ഓർഡർ ഫെസിലിറ്റി എന്ന് പറഞ്ഞത്. നമ്മൾ സെപ്പറേറ്റ് എയർ സർചാർജ് മേടിക്കാതെ തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും ട്രാൻസ്മിഷൻ നടത്തിയിരുന്നതാണ് മണി ഓർഡർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു ഭാഗം ടെലിഗ്രാഫിക് ഇൻലൻഡ് മണി ഓർഡർ. അത് നിങ്ങൾ നോക്കുക വേണ്ട, അത് പൂർണ്ണമായിട്ടും നിർത്തലാക്കി. ടെലിഗ്രാഫിക് മണി ഓർഡർ എന്ന് പറഞ്ഞ ഭാഗം ഇപ്പൊ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഇല്ല. പിന്നെ മണി ഓർഡറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ കോമൺ ആയിട്ട് ആ ഭാഗത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാല്, ഒന്നാമത്തത് പ്രധാനമായിട്ട് ടൈപ്പ് ഓഫ് മണി ഓർഡേഴ്സ്. ടൈപ്പ് ഓഫ് മണി ഓർഡേഴ്സ് നോട്ട് ചെയ്യുക. ടൈപ്പ് ഓഫ് മണി ഓർഡർ ഒന്ന് EMO, ഇലക്ട്രോണിക് മണി ഓർഡർ. ഇതിന്റെ മിനിമം എത്രയാണ്? മിനിമം അയക്കാവുന്നത് ഒരു ഇലക്ട്രോണിക് EMO നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ മിനിമം എത്ര രൂപ അയക്കാം? 5,000. മിനിമം മിനിമം എത്ര രൂപ മണി ഓർഡർ അയക്കാം? 1. കറക്റ്റ്. 1 റുപ്പിയാണ് മിനിമം ഒരു മണി ഓർഡർ അയക്കേണ്ട തുക. മാക്സിമം EMO അയക്കാവുന്ന തുക 5,000. 5,000. കറക്റ്റ്, 5,000. ഇനി കമ്മീഷൻ റേറ്റ് എത്രയാണ്? EMOയുടെ കമ്മീഷൻ റേറ്റ് 100 രൂപയ്ക്ക് എന്തോ? 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 1 രൂപ. 1 രൂപ. നോട്ട് ചെയ്യുക. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് മണി ഓർഡർ ഫസ്റ്റ് കോളം, അതില് EMO മിനിമം 1 rupees. 1, മാക്സിമം 5,000. 5,000. കമ്മീഷൻ റേറ്റ് 100 nanchi. എന്തോ? 100 nanchi. 20 രൂപയ്ക്ക് 1 രൂപ. 20 രൂപ. അടുത്താണ് EVPMO, ഇലക്ട്രോണിക് EVPMO, ഇലക്ട്രോണിക് വാല്യൂ പേബിൾ മണി ഓർഡർ. ഇതെന്താണ്? EVPMO എന്ന് പറഞ്ഞാല് BP ആർട്ടിക്കിളിന്റെ എമൗണ്ട് എമൗണ്ട് മണി ഓർഡർ രൂപത്തിൽ മണി ഓർഡർ ആയിട്ട് തിരിച്ചയച്ചു കൊടുക്കുന്നത്. അതെ, ഒരു BP ആർട്ടിക്കിൾ പെയ്ഡ് ആയതിനു ശേഷം ആ VPയുടെ തുക സെന്ററിന് അയച്ചു കൊടുക്കുന്ന സംവിധാനത്തിനാണ് ഈ ഇലക്ട്രോണിക് BPMO എന്ന് പറയുന്നത്. അതിന്റെ മിനിമം എത്രയാണ് തുക? സെയിം 1 രൂപ. 1 റുപ്പി. മാക്സിമം 5,000. 5,000. കറക്റ്റ് ആണ്. അടുത്ത തരത്തിലുള്ള മണി ഓർഡർ ആണ് ഫാമിലി അലോട്ട്മെന്റ് മണി ഓർഡർ. ഫാമിലി അലോട്ട്മെന്റ് മണി ഓർഡർ എന്ന് പറയുന്നത്. ഫാമിലി അലോട്ട്മെന്റ് മണി ഓർഡർ. ഫാമിലി അലോട്ട്മെന്റ് മണി ഓർഡർ ഇതെന്താണ്? ഫാമിലി അലോട്ട്മെന്റ് മണി ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ ഫേവർ ഓഫ് ഡിപ്പെൻഡന്റ് ഓഫ് ഡിഫൻസ് സർവീസ് പേഴ്സണൽ. ഡിഫൻസ് സർവീസ് പേഴ്സണലിന്റെ ഡിപ്പെൻഡന്റ് അങ്ങനെയുള്ളവർക്ക് മാത്രം അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഫാമിലി അലോട്ട്മെന്റ് മണി ഓർഡർ എന്ന് പറയുന്നത്. ഫാമിലി അലോട്ട്മെന്റ് മണി ഓർഡർ അതായത് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ ഫേവർ ഓഫ് ഡിപ്പെൻഡൻസ് ഓഫ് ഡിഫൻസ് സർവീസ് പേഴ്സണൽ. അതിന്റെ മിനിമം തുക എത്രയാണ്? 1 രൂപ. അതിന്റെ മിനിമം 1 റുപ്പി. മാക്സിമം 5,000. അതിന്റെ കമ്മീഷൻ കമ്മീഷൻ റേറ്റ് 6% ഓഫ് ദി വാല്യൂ. 6% ഓഫ് ദി വാല്യൂ. അയക്കുന്ന തുകയുടെ 6% കമ്മീഷൻ. നോട്ട് ചെയ്ത് വെക്കുക. % of the total value. 6% of the value. ഇനി സർവീസ് MO, സർവീസ് മണി ഓർഡർ. അപ്പം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർവീസ് ആയിട്ട് മണി ഓർഡർ അയക്കുന്നതാണ് സർവീസ് MO എന്ന് പറയുന്നത്.
നമ്മുടെ സർവീസ് രജിസ്റ്റേർഡ് എന്ന് പറയുന്നവരെ സർവീസ് മണി ഓർഡർ. അതിന്റെ മിനിമം അയക്കാവുന്ന തുക 1, മാക്സിമം 5,000. സർവീസ് എമോയുടെ മാക്സിമം ലിമിറ്റ് നോ ലിമിറ്റ്. സർവീസ് എമോ എത്ര വേണമെങ്കിലും അയക്കാം, നോ ലിമിറ്റ് ആണത്. റേറ്റ് ഓഫ് കമ്മീഷൻ No commission. No commission. No commission. നോ കമ്മീഷൻ. യെസ്, നോ കമ്മീഷൻ. ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും മണി ഓർഡറിന്റെ നിലവിലുള്ള തരത്തിലുള്ള ടൈപ്പ് ഓഫ് മണി ഓർഡേഴ്സ് എന്ന് പറയുന്നത്. യോഗയിലില്ല, പക്ഷെ നിങ്ങൾ കോമൺ ആയിട്ട് മണി ഓർഡറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സർ, ഈ സർവീസ് എമോ നമുക്ക് അയക്കാൻ പറ്റുന്നത് സബ് ഓഫീസിനൊക്കെ അയക്കാൻ പറ്റുമോ? സബ് ഓഫീസിനൊക്കെ അയക്കാം, സബ് ഓഫീസിനൊക്കെ അയച്ചു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ സബ് ഓഫീസ് എന്ന് പറയുകയാണെങ്കിൽ ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ എന്താണെന്നറിയാലോ? നമ്മുടെ ഡിസംബർ മാസത്തില് നമ്മുടെ ആംഡ് ഫോഴ്സിന്റെ ധന രൂപീകരണ സമാജത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്യും അവര്. അപ്പൊ ആ സ്റ്റാമ്പ് നമ്മൾ സബ് ഓഫീസിൽ വരുമ്പോൾ അത് വിൽപ്പന നടത്തി ആ എമൗണ്ട് ഈ പറഞ്ഞ അതോറിറ്റി ഇവർക്ക് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കണം. തിരിച്ചയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എമൗണ്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു സൂപ്രണ്ടിന് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് മാസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു മൈ സ്റ്റാമ്പിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിച്ചു. അതിന്റെ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ മൈ സ്റ്റാമ്പ് പ്രിന്റിങ് എല്ലാ സബ് ഓഫീസുകളിലും ലഭ്യമല്ല. ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ കൂടിയൊക്കെ അല്ലെങ്കിൽ വലിയ MDGകളിലൂടെ ആയിരിക്കും മൈ സ്റ്റാമ്പ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഒരു ചെറിയ സിംഗിൾ ഹാൻഡ് സബ് ഓഫീസിൽ ആ മൈ സ്റ്റാമ്പിന്റെ പൈസ കിട്ടിയാൽ അത് പോസ്റ്റ് മാസ്റ്റർ ഹെഡ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററിന് അയച്ചു കൊടുക്കണം. അപ്പം ഈ കസ്റ്റമർ എത്ര രൂപ തരും ഒരു മൈ സ്റ്റാമ്പ് ഷീറ്റിന്? 300 rupees ആണ് ഒരു മൈ സ്റ്റാമ്പ് ഷീറ്റിന്റെ തുക. അത് 300 രൂപ മണി ഓർഡർ അയച്ചാൽ കമ്മീഷൻ എത്ര വരും? 15 ആണ് ചാർജ് വരുന്നത്. പക്ഷെ ആ പൈസ നമുക്ക് കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കാൻ സാധിക്കത്തില്ല, കാരണം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിന്റിങ്ങിന് വേണ്ടി സബ് ഓഫീസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ സർവീസ് മണി ഓർഡർ ആയിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സർവീസ്. അപ്പം എമൗണ്ട് കമ്മീഷൻ ചാർജ് ഒന്നും തന്നെ വരത്തില്ല. കസ്റ്റമർ തന്നെ ഈ 300 രൂപ നമ്മൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലോട്ട് അയച്ചു കൊടുക്കും പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ സർവീസ് മണി ഓർഡർ എന്താന്നുള്ള? സർ, ഒരു കാര്യം കൂടി, നമുക്ക് BOന്ന് EMO ബുക്ക് ചെയ്യുമ്പോൾ PM റിലീഫ് ഫണ്ടിലേക്ക് ഒരു പേയ്മെന്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ? ഉണ്ട്. അത് സർവീസുമായിട്ടാണ് പോവാ? അതും സർവീസ് എമോ ആയിട്ട് ബുക്ക് ചെയ്യാം. അത് ആ ഓർഡർ വരുമ്പോൾ ഓരോ കാലത്തും മറ്റേ നാഷണൽ റിലീഫ് ഫണ്ട് അങ്ങനെയുള്ള വരുന്ന ഗവൺമെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യും. കമ്മീഷൻ കൂടാതെ നിങ്ങൾ എമൗണ്ട് കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഓർഡർ അനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ടിലോട്ടെല്ലാം വിത്തൗട്ട് കമ്മീഷൻ കൂടാതെ സർവീസ് മണി ഓർഡർ ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് അയക്കാൻ സാധിക്കും. എവിടെയാണെങ്കിലും ആ രീതിയിൽ തന്നെ നമുക്ക് അയക്കാൻ സാധിക്കും സർവീസ് മണി ഓർഡർ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് പോസ്റ്റൽ ഓർഡർ, IPO, ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ എന്തെന്നുള്ള ആണ് പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അതായത് ചെറിയ തുക പോസ്റ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഉള്ള ഒരു സംവിധാനമാണ് 243, ക്ലോസ് നമ്പർ 243. ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ പ്രൊവൈഡ് എ കൺവീനിയന്റ് മീനിങ്സ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് സ്മോൾ സംസ് ഓഫ് മണി ബൈ പോസ്റ്റ്. ചെറിയ തുക പോസ്റ്റ് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ. അതിന്റെ ഷോർട്ട് ഫോം ആണ് IPO. അതിന്റെ ഷോർട്ട് ഫോം ആണ് IPO എന്ന് പറയുന്നത്. ഇനി അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഡിനോമിനേഷൻ. IPO കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഉണ്ട്. പുതിയ ആൾക്കാർ കാണാൻ ചാൻസ് കുറവാണ്, കാരണം IPOയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ IPO ഇപ്പം പല പോസ്റ്റ് ഓഫീസുകളിലും കുറവാണ്. പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ ഒത്തിരി യൂസ് ഉള്ള ഒരു ഇതായിരുന്നു പോസ്റ്റൽ ഓർഡർ. പക്ഷെ ഇപ്പോൾ ഇതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇനി കുറച്ച് നാളിലും ചിലപ്പം പൂർണ്ണമായിട്ട് നിന്നുപോകാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ എത്ര ഡിനോമിനേഷനിൽ ലഭിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പോഴത്തെ ഇതനുസരിച്ച് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. പ്രിന്റിംഗ് അല്ല, എത്ര ഡിനോമിനേഷൻ വരെ കിട്ടും എന്നുള്ളതാണ്.
പ്രധാനമായിട്ടും 8 ഡിനോമിനേഷൻ ഉള്ള ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ ആണ് ഉള്ളത്. നമുക്ക് 8 ഡിനോമിനേഷൻ ഏതൊക്കെയാണ്? റുപ്പീസ് 1, 2, 5, 7, 10, 20, 30, 30 ഇല്ല, 20, 50, 100. POK കിടക്കുന്ന 50 പൈസ ഇല്ല. അതിന് പകരം 1, 2, 5, 7, 10, പിന്നെ 20, പിന്നെ ഉള്ളത് 50, 100. അതിൻ്റെ ഇടയിലുള്ള 30, 40 ഒന്നും ഇല്ല. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ്. അതെല്ലാം റൗണ്ട് ചെയ്യുക നിങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ കമ്മീഷൻ ഒരു പോസ്റ്റൽ ഓർഡർ എടുക്കുകയാണെങ്കിൽ അതിന് ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന വരുമാനമാണ് ഈ പോസ്റ്റൽ ഓർഡറിന്റെ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ കമ്മീഷൻ എത്രയാണെന്ന് നോക്കുക. അപ്പൊ ഡിനോമിനേഷൻ 1 തൊട്ട് 10 വരെയുള്ള, അതായത് 1, 2, 5, 7, 10 ഇത് മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ എത്രയാണ്? 1 രൂപ. 1 രൂപ. ഇനി 20 രൂപ ഡിനോമിനേഷൻ മേടിക്കുകയാണെങ്കിൽ 2 രൂപ. 2 രൂപ. 50 രൂപ ഡിനോമിനേഷൻ മേടിക്കുകയാണെങ്കിൽ 5 രൂപ. 5 രൂപ. 100 രൂപ ഡിനോമിനേഷൻ മേടിക്കുകയാണെങ്കിൽ 10 രൂപ. 10 രൂപ. അതാണ് കമ്മീഷൻ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. മണി ഓർഡർ മണി ഓർഡർ അല്ല, IPO പോസ്റ്റൽ ഓർഡർ കമ്മീഷൻ വരാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ 1, 2, 5, 7 എന്നുള്ളത് നിലവില് നമ്മുടെ സ്റ്റോക്ക്, അതായത് പണ്ട് വന്ന സ്റ്റോക്ക് പോസ്റ്റ് ഓഫീസിൽ ഉണ്ടെങ്കിൽ വിൽപ്പന നടത്താം. പക്ഷേ 9/10/2020 മുതൽ ഈ 1 മുതൽ 7 വരെയുള്ള ഡിനോമിനേഷന്റെ IPOയുടെ പ്രിന്റിങ് ഇന്ത്യ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് പൂർണ്ണമായിട്ടും ഡിസ്കണ്ടിന്യൂ ചെയ്തു, നിർത്തലാക്കി. 9/10/2020 തൊട്ട് പ്രിന്റിംഗ് ഇല്ല. അപ്പൊ ഈ 2020 മുമ്പ് പ്രിന്റ് ചെയ്ത ഈ ഡിനോമിനേഷൻ IPO ഉണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം. പക്ഷേ 20 ശേഷം പ്രിന്റിംഗ് ഇല്ല. അതായത് അതിൻ്റെ അർത്ഥം ഏകദേശം ഇപ്പം തീർന്നു തുടങ്ങി, ഇനി സെയിൽ കാണത്തില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇപ്പം നിലവില് 10 പ്രിന്റിംഗ് ഉള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 10, 20, 50, 100 ഇതാണ് ഇപ്പം നിലവിൽ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് IPO ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറിന്റെ ഡിനോമിനേഷൻസും കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത ക്ലോസ് 245. ഇപ്പം 9 മണിയായി, നമ്മൾ തീർന്നില്ല, കുറച്ച് പോയിന്റും കൂടെ ഉണ്ട്. നമുക്കപ്പം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയും കൂടെ തീർത്തതിന് ശേഷം, ഇനിയിപ്പോൾ നമുക്ക് അധികം ഇല്ല, ഒരു 7 ക്ലോസും കൂടെ ഉള്ളൂ ഈ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറിന്റെ. അത് തീർത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഇതിനകത്തെ പഴയ പോയിന്റ് ആണ്. നമുക്ക് ഫിലാറ്റലിയെ കുറിച്ച് കോമൺ ആയിട്ട് പഠിക്കാനുണ്ട്. അത് കുറച്ചുകൂടെ വിശദീകരിച്ച് ഇതിനുള്ളതിനേക്കാളും പഠിക്കാം. പിന്നെ ഈ പറഞ്ഞ ചാപ്റ്റർ 7 PLA ഇതിനകത്ത് മുഴുവൻ പഴയ കാര്യങ്ങളാണ്. അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. നമുക്ക് പുതിയ കാര്യങ്ങൾ PLAയുടെയും RPLAയുടെയും ഭാഗം വരുമ്പോൾ അതും പഠിക്കാം, സ്റ്റാമ്പും പഠിക്കാം. പിന്നെ നമുക്ക് PO ഗൈഡിൽ ഈ പറഞ്ഞ IPOയുടെ ഇന്ത്യൻ പോസ്റ്റൽ ഓർഡറിന്റെ 245ാമത്തെ ക്ലോസ് മുതൽ 54ാമത്തെ ക്ലോസ് വരെയുള്ള പോയിന്റ് ഒരു 10 ക്ലോസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വ്യാഴാഴ്ച 7:30 മുതൽ 9 വരെ ഉണ്ട്. വ്യാഴാഴ്ചത്തെ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വ്യാഴം തന്നെയാണ്. സമയം സാധാരണ വരെ 7:30 മുതൽ 9 മണി വരെ. ആ ക്ലാസ്സിൽ നമുക്ക് ആദ്യം തന്നെ ഇത് തീർക്കാം. അതിനുശേഷം നമുക്ക് പോസ്റ്റ് ആൻഡ് മാനുവൽ വോളിയം 5 പോസ്റ്റൽ